വെച്ചാൽ മനുഷ്യനുള്ള, നമ്മൾ സാധാരണ ഈ പറഞ്ഞില്ലേ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള വീക്ഷണം അത് മോശമാണ്, അങ്ങനെയല്ല. മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണം തന്നെയാണ് വൈദികം. അപ്പോൾ അവിടെ അർത്ഥശാസ്ത്രകാരൻ ആ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശാസ്ത്രം ആരംഭിക്കുന്ന സമയത്ത് അർത്ഥത്തിൻ്റെ ശാസ്ത്രമാണല്ലോ അർത്ഥശാസ്ത്രം. അർത്ഥം എന്ത് എന്ന് പറയുന്നിടത്ത് മനുഷ്യവതീ പൃഥിവി എന്നാണ് പറയുന്നത്. മനുഷ്യനുള്ള ഭൂമി, അതാണ് അർത്ഥം. മനുഷ്യനില്ലെങ്കിൽ ഭൂമിക്ക് കാര്യമായ അർത്ഥമൊന്നുമില്ല. ജീവജാലങ്ങളുടെ ഭോഗവ്യവസ്ഥ ഒന്നും നിലനിൽക്കത്തില്ല മനുഷ്യനില്ലെങ്കിൽ. മനുഷ്യ ശരീരം എടുത്തിട്ടാണ് താഴോട്ടും മുകളിലോട്ടും പോകുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് അവിടെ. അപ്പോൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ എന്ന നിലയിൽ ഭൂമിയെ എങ്ങനെ കാണാം ഈശ്വരീയമായിട്ടുള്ള നിലയിൽ? അതാണ് വാസ്തു, അതാണ് സ്ഥാപത്യം. അപ്പോൾ അത്രയും വലുതായിരുന്നു അത്. വാസ്തു എന്നൊക്കെ പറഞ്ഞ് തമ്മിലുള്ള ബന്ധം ചിന്തിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ആധാരശിലകൾ കിടപ്പുണ്ടെങ്കിലും അതിൻ്റെ മുകളിലോട്ടുള്ള കെട്ടുകൾക്ക് ഒരുപാട് വ്യത്യാസം വന്നു, നിറമാറ്റം വന്നു, കറുപ്പും വെളുപ്പും ഒക്കെ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് വാസ്തുവിൻ്റെ കഥ. അതുപോലെ തന്നെയാണ് ജ്യോതിഷത്തിൻ്റെയും. ജ്യോതിഷം കാലക്രിയകളുടെ വിധാനശാസ്ത്രമാണ്. അവൻ മുഹൂർത്തം കണ്ടെത്തുക, നല്ല ക്രിയകൾക്കുള്ള വ്യവസ്ഥകൾ ചെയ്യുക, അനുകൂലമായിട്ടുള്ള ഋതുവിനെയും മറ്റും നിർദ്ധരിക്കുക. അപ്പോൾ ഇതെല്ലാം ജ്യോതിഷത്തിൻ്റെ വിഷയങ്ങളാണ്. അവിടെ നിൻ്റെ സംശയം എനിക്ക് തോന്നുന്നത് ഈ മുഹൂർത്ത നിർണയത്തിന് ശേഷം പിന്നെ നമ്മൾ നിമിത്തം പറയുന്നത്, പ്രശ്നം പറയുന്നത്, ജാതകം പറയുന്നത്, ഇതൊക്കെ ജ്യോതിഷം റിയൽ ആണോ എന്നുള്ളതാണല്ലോ അത് സംശയം വരുന്നത്. അതെല്ലാം ജ്യോതിഷത്തിൻ്റെ മൂലസ്കന്ധങ്ങൾ തന്നെയാണ്. സ്കന്ധങ്ങളെന്ന് പറയാം, അതിൻ്റെ ആ ബ്രാഞ്ചസ് ആണത്. അപ്പം അവിടെ പ്രശ്നമുണ്ട്. ഇന്ന് കാണുന്ന പോലെയാണോ എന്നിടത്തേ വിഷയമുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ അധ്യയനം ചെയ്യുക. പുറത്തു നിന്ന് തീർക്കുന്നതിനേക്കാൾ നല്ലത് അധ്യയനം ചെയ്യുക. ആവശ്യമില്ലാത്തതിനെ ശാസ്ത്രബുദ്ധിയാ കൊഴിച്ചുകള. ഒരുപാട് സ്ഥൂലത വന്നിട്ടുണ്ട് ശാസ്ത്ര ശരീരത്തിലേക്ക്, ഒരുപാട് ആവശ്യമില്ലാത്തത് കെട്ടി എടുത്ത് വന്നിട്ടുണ്ട്. കുമാരനാശൻ്റെ ഒരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ നെടുംകുതിര കെട്ടിയെടുപ്പുകളെന്ന് പറയും. നിങ്ങൾ മധ്യ തിരുവിതാംകൂറിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും. ഇവിടെ ഈ ഘോഷയാത്ര പോലെയുള്ള സംവിധാനങ്ങൾ വളരെ പഴയതാണെങ്കിലും അതിനകത്ത് പുതിയ ഒരുപാട് സംഗതികൾ വന്നു. അപ്പോൾ ഒരു സ്കെലിറ്റൺ പോലൊരു സാധനം കാണും, അതിനകത്ത് ഇങ്ങനെ കെട്ടി ഒരു രൂപം ഉണ്ടാകും. ഈ രൂപം മുന്തിത്തള്ളി പൊതുവേദിയിലേക്ക് കൊണ്ടുവരും. പൊതുവേദിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ പിന്നെന്ത് ചെയ്യുന്നു, അവിടെ കച്ചി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ നെല്ല് എല്ലാം വേർപെടുത്തിയതിന് ശേഷമുള്ള ആ മിച്ചമുണ്ടല്ലോ, തുറു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണങ്ങിയ നെല്ലിൻ വൈക്കോൽ, അതെ വൈക്കോൽ ഇവിടെ കച്ചി എന്ന് പറയും. അപ്പോൾ കച്ചി, അതിൻ്റെ തുറു, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പോൾ അത് തൊട്ട് വാഴയില, ഉണങ്ങിയ ഈ വലിയ വാഴത്തോട്ടത്തിൽ നിന്ന് വെട്ടിമാറ്റിയിടുന്ന സാധനങ്ങൾ, ഇതിങ്ങനെ കുത്തി എന്തൊക്കെയുണ്ടോ അതിനകത്ത് ചിലപ്പോൾ പ്ലാസ്റ്റിക്കും കാണും. ഇതെല്ലാം കുത്തി നിറച്ച് ഇത് ഇലന്തയും പടയെന്ന് പറയും. പടയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കൂടുന്ന ആളുകൾ. ഇലന്താന്ന് പറഞ്ഞാൽ ഈ സംഗതികളെല്ലാം വെച്ച അപ്പോൾ അതിനകത്തൊരു ബേസ്, ഒരു സ്കെൽറ്റൻ കാണും. അത് പോകുന്തോറും എന്ത് ചെയ്യുന്നു, വർദ്ധിച്ച് ഒരു ഭീമാകാരമായിട്ട് വരും. എന്നിട്ട് അവസാനം ഇതിനെ കത്തിച്ച് കളയും. അപ്പോൾ ഇത് പല അർത്ഥമുള്ള സംഗതികളാണ്. അപ്പോൾ ഇതിങ്ങനെ നടക്കുന്നുണ്ട്. പല നെടുംകുതിര കെട്ടിയെടുപ്പുകളെന്ന് പറയും. ശാസ്ത്ര ശരീരത്തിൽ ആവശ്യമുള്ള സാധനത്തിന് അപ്പുറത്തേക്ക് കാണുകയാണെങ്കിൽ കൊഴിച്ചു കളയണം, വിചാരണ കൂടി വെച്ചുകൊണ്ട്. അപ്പോൾ ജ്യോതിഷം ഇല്ല എന്ന് പറയുകയല്ല വേണ്ടത്, ജ്യോതിഷം എന്ത് എന്ന് പറയുകയാണ് വേണ്ടത്. ഇപ്പോൾ വന്നിരിക്കുന്ന വ്യത്യാസം എന്ത്, അതിനെ അടയാളപ്പെടുത്ത്. അപ്പോൾ ആ ഒരു ബുദ്ധിയാണ് നമുക്ക് നല്ലത്. വൈദികമായിട്ടുള്ള ആധാരമില്ലാത്ത ഒന്നും സനാതനമായിട്ട് അവശേഷിക്കത്തില്ല. ഇന്ന് ജനത്തിന് വേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിശ്ചയമായൊരു വൈദികാധാരം ഉണ്ടാവും. അതാണ് ചുരുക്കം. ഞങ്ങള് ഇവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പിറവത്ത് ഇപ്പോൾ മാഷിനടുത്ത ദിവസം ഇവിടെ ശങ്കരാചാര്യ ജന്മഭൂമിയിലെ ക്ലാസ് ഉണ്ടല്ലോ, 20-ാം തീയതി അതെ, അതിന്റെ അടുത്ത് നമ്മള് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും ഉണ്ടാവുന്നത് സന്തോഷൊക്കെയാണ് അവിടെ ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്നത്. ശരി. അവിടെ വൈദിക് ഭാഷന്റെ നേതൃത്വത്തിലാണ് അവിടെ ക്ലാസ് നടത്തുന്നത്. പണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ്. അപ്പോ അത് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അന്ന് ഇതേപോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളില്, അതായത് നമ്മുടെ ഈ ശാന്തിക്കാരായിട്ടുള്ളത്, ശാന്തി ചെയ്യുന്ന ആളുകള്, അതുപോലെ കുറെ ജ്യോതിഷന്മാര്, പിന്നെ ഈ വാസ്തുക്കാര്, അങ്ങനെ കുറെ പേര്, അതായത് നമ്മുടെ ഈ സന്തോഷീയമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സന്തോഷ പിന്നെ ഹരിഹരൻ അങ്ങനെയുള്ള കുറച്ച് പേരുടെ ബന്ധത്തിൽപ്പെട്ട കുറെ ആൾക്കാർ വന്നിരുന്നു. എന്നിട്ട് ആ ക്ലാസ്സുകൾ നടത്തി അതിനകത്തുനിന്ന് ഭാഷ അവരെ മാറ്റിയെടുത്തത് ഈ രീതിയിലാണ്. എന്നുവെച്ചാൽ ഇതിന്റെയൊക്കെ വൈദിക അടിത്തറ എന്താണ് എന്ന് മാഷ് പറഞ്ഞു തുടങ്ങി. അവരെല്ലാം വൈദിക ജ്യോതിഷന്മാരും വൈദിക വാസ്തുക്കാരുമായി മാറി. അതിനകത്ത് കുറെ പേര് പരമ്പരാഗത രീതിയിൽ പോകണം എന്നുള്ളത് പിന്നീട് തുടർന്നില്ല, അവർ പോവുകയും ചെയ്തു.
ഇന്നിപ്പോ അതായത് വൈദിക ജ്യോതിഷവും വൈദികമായിട്ട് വാസ്തവം ചെയ്തു പോകുന്ന ഉപാസനയും നമ്മുടെ ഈ അഗ്നിഹോത്രമൊക്കെ ചെയ്ത് നമ്മുടെ വൈദിക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വളരെ കുറച്ച് പേരുണ്ട്. അവരിപ്പോ നമ്മുടെ കൂടെയുണ്ട്. അവരാണ് ഇപ്പൊ കുറെ നമ്മുടെ ആളുകൾക്ക് ക്ലാസ്സിൽ കൊണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്തോറും വർദ്ധിച്ചു വരും, സത്യം തെളിഞ്ഞു വരും, അസത്യം കൊഴിഞ്ഞു പോകും. അതാണല്ലോ ശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് അനുശീലനം ചെയ്താലും എന്ത് ഉപാസന ചെയ്താലും സത്യം തെളിഞ്ഞു വരികയും അസത്യം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ശാസ്ത്രത്തെ മുൻനിർത്താതെ നമ്മൾ എന്ത് ചെയ്താലും അസത്യം കൂടി വരും, സത്യം മറഞ്ഞു പോകും. അതൊരു സാധാരണ കാര്യമാണ്. അത് എക്കാലത്തും ഉള്ളതാണ്, വൈദ്യകാലത്തും ഉണ്ടായിരുന്നു അത്. അല്ലെങ്കിൽ നിരന്തരം ഇത്ര വലിയ വലിയ പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. നമ്മളതിനെ അങ്ങനെ കണ്ടാൽ മതി. അവരത് അനുശീലിച്ച് മെല്ലെ ഈ പറഞ്ഞ പോലെ ഇപ്പം പ്രേംകുമാർജി പറഞ്ഞ പോലെ നിലവിലുള്ള പരമ്പര മതി എന്നുള്ള ഒരു ആ വഴിക്ക് പോകും. അതിൻ്റെ റൂട്ടിലേക്ക് പോകാൻ പാകത്തിനുള്ള ഒരു ധിഷണാബലവും മനോബലവും അതുപോലെ ഈശ്വരപ്രസാദവും ഒക്കെ ഉള്ളവർ ആ വഴിക്ക് പോകും. അപ്പം ഇതിനെ നമ്മൾ മത്സരബുദ്ധിയോടെ കാണണ്ട. ഇക്കാലത്ത് കരികാലമല്ലേ, അങ്ങനെ ഒരു വിദ്യയുടെ പ്രചാരം നടക്കത്തില്ല, വിദ്യയുടെ ഉപാസനയും നടക്കത്തില്ല, പ്രചാരം നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീൺവാക്കുകൾ വേണ്ട. നമ്മളത് വിട്ടുകൊണ്ട് അവർ ചെയ്യുന്ന ശ്രദ്ധിക്ക്. നിനക്കെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് ചേർക്കും. അല്ലാതെ നമ്മൾ ജ്യോതിഷമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല. അല്ല ശരി, നമ്മള് സത്യാർത്ഥ പ്രകാശമൊക്കെ വായിച്ചു നോക്കുമ്പോ പല ജ്യോതിഷം അല്ലെങ്കിൽ ജ്യോതിഷം ഒന്നും നമുക്ക് അത് വൈദിക സാഹിത്യമായിട്ടോ വൈദിക പരമ്പരയായിട്ടോ ചേരുന്നതല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഇത് രണ്ടും കൂടെ എങ്ങനെ പോകുന്നതാണ് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോ എന്തായാലും നിലവിൽ ജ്യോതിഷങ്ങളെല്ലാം പല ജ്യോതിഷത്തിലേക്ക് കിടക്കും. അതിന്റെ സാധ്യത എനിക്ക് രണ്ടും കൂടെ അപ്പോഴെനിക്ക് ഇപ്പോഴും അത് പിടികിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് മൂതൻ മാഷ് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ ആ യാനത്രയത്തെ പറ്റിയുള്ള ചിന്തയുടെ തുടർച്ചയായിട്ട് പരലോക വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഈ ആയുസ്സിന് ശേഷമുള്ള ആയുസ്സിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചർച്ച. ആയുസ് അത് നിശ്ചിതമാണോ, നമുക്കതിനെ നീക്കാൻ പറ്റുമോ? അപ്പം ആയുസ്സിൻ്റെ ചടിതിയുള്ള ഒരു ആറുതി, പെട്ടെന്ന് ആയുസ് കെട്ടുപോകുന്നൊരവസ്ഥ, അത് കഴിഞ്ഞിട്ടുള്ള യാത്രയെ സംബന്ധിച്ചുള്ള ഒരുപാട് സമ്പ്രദായ ഭേദങ്ങൾ, ആ വിഷയത്തിലുള്ള വൈദികത. അപ്പോൾ ഇത് ഇത്തരം വിഷയങ്ങളിലാണ് ഇപ്പോഴത്തെ ജ്യോതിഷത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത് ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് കുറച്ചുകൂടെ ചർച്ച ചെയ്ത് തെളിച്ചെടുക്കാം. നീ പറഞ്ഞതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു മറുപടി നീ ഉന്നയിച്ചത് ശ്രദ്ധേയമായൊരു പ്രശ്നമാണ്. കാരണം സത്യാർത്ഥ പ്രകാശം വായിക്കുന്ന ഒരാൾക്ക് ഈ പറയുന്ന നിലവിലുള്ള ജ്യോതിഷത്തെ ഫലിത ജ്യോതിഷമെന്ന് കണ്ട് തള്ളാനാണ് തോന്നുക. അങ്ങനെയുള്ളൊരു പ്രവണത പൊതുവെ ആര്യസമാജത്തിലുണ്ട് താനും. പക്ഷെ അവിടെ ജ്യോതിഷത്തിൻ്റെ സ്കന്ധങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല അദ്ദേഹം. സ്കന്ധങ്ങളെടുത്ത് ചർച്ച ചെയ്തിട്ട് അതിൽ ഇന്ന സംഹിതാഭാഗം തെറ്റാണ്, അല്ലെങ്കിൽ നിമിത്ത ഭാഗം തെറ്റാണ്, ഇന്നത് ശരിയാണ് എന്നൊരു വിവേചനം ചെയ്യുന്നില്ല. അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ക്ഷേത്രാദി വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മന്ദിരം എന്ന് പറയാം. അപ്പം വിഗ്രഹാരാധനയോട് ചേർന്നുകൊണ്ട് വിഗ്രഹാരാധനയെ ബലപ്പെടുത്തുന്ന മട്ടിലുള്ള ഒരു ചക്രം അതിവിടെയും ഉണ്ടല്ലോ. തന്ത്രവും ജ്യോതിഷവും കലർന്നുകൊണ്ടുള്ളൊരു ചക്രം ഇവിടെയുമുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത്, ഈ ഒരു കുട്ടി നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ, ഒരു കുട്ടി പിറക്കുമ്പോഴാണല്ലോ ഈ ജന്മപത്രി എന്ന പേരിലാണ് അത് എഴുതുന്നത്. ഇവിടെ നമ്മൾ ജാതകം എന്ന് പറയും, അവിടെ ജന്മപത്രി എന്ന് പറയും. അപ്പോൾ അത് എഴുതുമ്പോൾ സന്തോഷമുണ്ടാകുന്നതിന് പകരം ഒരു കുട്ടിയുടെ വരവ്, ഒരു ആത്മാവ് ശരീരമെടുക്കുക, വിശേഷിച്ച് മനുഷ്യനാകുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആര്യൻ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് വേണ്ടിയാണ്, അതിനെ ആഘോഷിക്കലാണ് നമ്മൾ സംസ്കാര കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ആരായിക്കോട്ടെ, ആണാകട്ടെ പെണ്ണാവട്ടെ, അത് ഏത് പ്രാരബ്ധത്തോടുകൂടി വന്നതാവട്ടെ, മനുഷ്യ ശരീരം എടുത്തു എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ പക്ഷത്തു നിന്നും അതിന് അനുഗ്രഹം കിട്ടിയെന്നാണ് അർത്ഥം. ഒരു ആത്മാവിന് മനുഷ്യ ശരീരം ലഭിക്കുമ്പോൾ അത് എത്ര കാലം ജീവിക്കുന്നു എന്നതല്ല വിഷയം. മനുഷ്യ ശരീരം ഒരാത്മാവിന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ ആ ആത്മാവിൻ്റെ കർമ്മകാണ്ഡത്തെ ആശീർവദിച്ചു വിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഈശ്വരൻ്റെ പക്കൽ നിന്നുള്ളൊരു വരദാനമായിട്ടാണ് ഏതൊരു ശിശുവിനെയും ആര്യൻ കാണുന്നത്. ആര്യദർശനം അതാണ്. അതുകൊണ്ടാണ് ആഘോഷമായിട്ട് ഈ നമ്മൾ 16 സംസ്കാരങ്ങൾ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. 16 സംസ്കാരങ്ങളിൽ 11 ഈ രൂപീകരണ കാലത്തെ സംബന്ധിച്ചുള്ളതാണ്. 10-12 വയസ്സിനോട് അടുപ്പിച്ചാണ് അത്രയും സംസ്കാരങ്ങൾ. പിന്നെ ഈ ദീർഘമായിട്ടുള്ള 100 വയസ്സ് അല്ലെങ്കിൽ 120 വയസ്സെന്ന് പറയുന്ന ഇടത്ത് ഒരു 4-5 സംസ്കാരം പിന്നെ ശേഷിക്കുന്നുള്ളൂ, അന്ത്യേഷ്ടി വരെ ഉള്ളതിൽ. അപ്പോൾ അവിടെ ഈ ജന്മപത്രി എന്ന് പറയുന്ന ആ സംഗതി ദുഃഖപത്രിയായിട്ട് മാറുന്നു, അഭിശാപമായിട്ട് മാറുന്നു. കാരണം വേണ്ട ശ്രദ്ധയില്ലാതെ ജ്യോതിഷി എന്ത് ചെയ്യുന്നു,
ഓരോ അഭിപ്രായം പറയുന്നു. കാരണം അവർക്കൊരു അച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രത്യേക ലിങ്ക്, ഒരു ചങ്ങലയുടെ ഭാഗമായിട്ടായിരിക്കും ജ്യോതിഷി സംസാരിക്കുന്നത്, രാഷ്ട്രീയക്കാരുടെ കൂട്ട് തന്നെ. കാരണം പ്രായോഗികമായിട്ട് സമൂഹത്തിനിടയ്ക്ക് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അയാൾക്ക് ശാസ്ത്രത്തെ വിനിയോഗിക്കുന്നതിനകത്ത് പരിധിയുണ്ട്. അപ്പം ഒരു ക്ഷേത്രത്തിൽ പോയി ആര്യസമാജ ബോധം വേണ്ട, വൈദിക ബോധമുള്ള ഒരാൾ, വൈദിക ധർമ്മത്തെ സംബന്ധിച്ച്, സനാതനധർമ്മത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടുള്ള ഒരാൾ ഏതെങ്കിലും ഒരു ദേവതാ സംഘത്തിൽ പോയി സംസാരിക്കുമ്പോൾ ഈ പരിമിതി വരും. ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ വൈദിക ദർശനത്തെ ഖണ്ഡിച്ചുകൊണ്ട് അവിടത്തേക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും, കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. ഇത് ജ്യോതിഷികളെ സംബന്ധിച്ച് അവർ തുടർച്ചയായിട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ അവിടെ ഈ ഒരു ചക്രം അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഫലത്തെ സംബന്ധിച്ചുള്ള ആവശ്യമില്ലാത്ത ജനത്തിനൊരു ഉത്കണ്ഠയുണ്ട്. ഫലത്തെ സംബന്ധിച്ച് ഉത്കണ്ഠ വേണ്ട എന്നതാണ് ആരുടെ നിർദ്ദേശം? ഈശ്വരൻ്റെ നിർദ്ദേശം, ഗീതയുടെ നിർദ്ദേശം, ഫലത്തിൽ പരമ്പരയുടെ നിർദ്ദേശം. നമ്മളോട് കർമ്മം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കർമ്മം ചെയ്യാൻ എത്ര സ്പേസ് നമുക്ക് കിട്ടുന്നുവോ, എത്ര ഇന്ദ്രിയങ്ങളും അതിൻ്റെ ആ പറയുന്ന വ്യവസ്ഥയും നമുക്ക് അനുകൂലമായിട്ട് കിട്ടുന്നുവോ, ഇന്ദ്രിയങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് യജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്നത്, സാധന ചെയ്യുന്നത്. അപ്പോൾ കർമ്മകാണ്ഡത്തെ പരമാവധിയിൽ ഉപയോഗിക്കുക എന്നത്, മാക്സിമൈസ് ചെയ്യുക എന്നതല്ലാതെ അതിനൊരു അല്പം പോലും കുറവ് വരുന്ന ഒരു കാര്യവും ആര്യൻ സിസ്റ്റത്തിൽ അനുവദിക്കുന്നില്ല. കാരണം ഈശ്വരനാണ് വിട്ടിരിക്കുന്നത്. ഈശ്വരൻ വിട്ടിരിക്കുന്ന ആളുകൾക്ക് ഈശ്വരൻ കർമാധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു വേദിയിൽ ഇതം ബ്രഹ്മലോകം മഹീയത്തെ എന്നതാണ് വേദത്തിൻ്റെ ദർശനം. ബ്രഹ്മലോകം വേറൊരു സ്ഥലത്തല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈശ്വരൻ്റെ മുമ്പിൽ കർമ്മം ചെയ്യാൻ വേണ്ടി ഈശ്വരനിൽ നിന്ന് തന്നെ അനുവാദം കിട്ടി വന്നിരിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണല്ലോ മീമാംസയിൽ ഈശ്വരൻ്റെ ചർച്ച പോലുമില്ല. അപൂർവമായിട്ട് ഹിരണ്യഗർഭോ മന്ത്രലിംഗാത്, അങ്ങനെ 1-2 സൂത്രങ്ങളിൽ മാത്രമേ നേരിട്ട് ഈശ്വര പദമോ അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ചിന്തയോ വരുന്നുള്ളൂ. കാരണം അവർക്കറിയാം ഇത് ഈശ്വരീയ ക്ഷേത്രമാണ്. അപ്പോൾ ബ്രഹ്മക്ഷേത്രത്തിലാണ് കർമ്മം ചെയ്യേണ്ടത്. അവിടെ ഈ ഈശ്വരൻ്റെ സവിധത്തിൽ നിന്നുകൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത്. അപ്പോൾ പരമാവധിയിലേക്ക് പോവുക എന്നല്ലാതെ അതിനകത്ത് ഒരു ചുരുക്കവും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഫലത്തെ സംബന്ധിച്ച് ചിന്തയെ വേണ്ട എന്ന ദർശനമുള്ള ഇടത്ത്, അല്ലേ, മാ ഫലേഷു കഥാചന, വീണ്ടും വീണ്ടും നിങ്ങൾ മനസ്സിൽ എന്താ പറയുന്നത്, ഉറപ്പിക്കേണ്ട, പ്രതിഷ്ഠ ചെയ്ത് എടുക്കേണ്ട ഒരു ദർശനമാണ്, ചിന്തയാണത്. ഫലത്തെ സംബന്ധിച്ച് ചിന്ത വേണ്ട. എത്ര കണ്ട് ഫലത്തെ സംബന്ധിച്ച് നിശ്ചിന്തരാകുന്നുവോ ആ സമയത്ത് മാത്രമേ, അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? നിഷ്കാമകർമ്മ ഭാവം ഉണ്ടാവുകയുള്ളൂ. നിഷ്കാമത വരാതെ ഒരു കാരണവശാലും ഈശ്വരൻ സമർപ്പിക്കാനാവില്ല. അപ്പോൾ ഈശ്വരൻ ഉണ്ട് എങ്കിൽ മാത്രമേ നിഷ്കാമകർമ്മമുള്ളൂ. ഈശ്വരൻ ഉണ്ട് എന്ന ബോധത്തോടെ നിഷ്കാമകർമ്മം ചെയ്യുന്ന ഒരാൾക്കാണ് ഫലത്തെ സംബന്ധിച്ച് എന്ത് വേണ്ടാത്തത്? ഉത്കണ്ഠ വേണ്ടാത്തത്. കാരണം ഈശ്വരൻ ഫലം നൽകാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും പറഞ്ഞു, ഫലം അത ഉപപത്തേ, ഈശ്വരനിൽ നിന്നാണ്, പരമാത്മാവിൽ നിന്നാണ് ഫലം വരുന്നത്. പിന്നെ എന്തിന് പേടിക്കണം? അപ്പം ഈ കർമ്മത്തെ സംബന്ധിച്ച്, അതിൻ്റെ ഫലത്തെ സംബന്ധിച്ചുള്ള ചിന്ത എത്ര കണ്ട് കുറഞ്ഞിരിക്കുന്നുവോ അതാണ് ഈശ്വരവിശ്വാസത്തിൻ്റെ തോത്. ഒരാൾക്ക് ഈശ്വരനെ വിശ്വാസമുണ്ട് എങ്കിൽ താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തെ സംബന്ധിച്ച് അല്പം പോലും അവൻ എന്തുണ്ടാവരുത്? ആശങ്ക ഉണ്ടാവരുത്. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലത്തെ സംബന്ധിച്ച് ആശങ്കയുള്ള ആളുകൾ എന്തോ ഉണ്ട്. 100% വിശ്വസിക്കാം, തീർച്ചയായിട്ടും. അത് തന്നെ. അപ്പം ശാശ്വതമായിട്ടുള്ള വ്യവസ്ഥയാണ്. അതെ, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മന്ത്രമാണത്. ഈ വിഷയത്തിൽ എന്താണോ ഭഗവത് ദർശനം അല്ലെങ്കിൽ വൈദിക ദർശനം എന്താണോ അതിൻ്റെ കൃത്യമായിട്ടുള്ള മന്ത്രമാണത്. അപ്പോൾ സപര്യഗാത് ശുക്രം. അപ്പോൾ എല്ലായിടത്തും ശാശ്വതമായൊരു വ്യവസ്ഥയുടെ നിത്യസാക്ഷിയായിട്ട് കർമാധ്യക്ഷനായിട്ട് ഈശ്വരൻ ഇരിക്കുന്നു, സർവഭൂത ഹിതൈഷിയായൊരു സത്ത. അപ്പോൾ അതിനെ വിശ്വസിക്കാതെ നമ്മൾ പിന്നെ എന്തിനെ വിശ്വസിക്കുന്നത്? ഒന്നില്ല, അവനവനെ വിശ്വസിക്കണം. അവനവനെ എത്ര കണ്ട് വിശ്വസിക്കും? കാരണം നമ്മൾ ശരീരപരിമിതരാണ്, കർമ്മപരിമിതരാണ്, ബദ്ധരാണ്. ആ ബദ്ധത മാറണമെങ്കിൽ പ്രകൃതിയെ വിശ്വസിക്കാൻ പറ്റുമോ? ആരെയെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എല്ലാം ഈ ബദ്ധതയുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അപരിമിതമായ ജ്ഞാനത്തിൻ്റെ ഒരു സ്രോതസ്സുമായിട്ട് ബന്ധമുണ്ടാക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഇനി ഇല്ലെന്ന് വെച്ചോ, ബന്ധം സങ്കല്പിക്കുക. സങ്കല്പാത് ജായതേ സർവം. ആദ്യം ഒന്ന് സങ്കല്പിക്കുക, അതനുസരിച്ച് ബാക്കി കാര്യങ്ങളുണ്ടാവും. ചാന്തോക്യം നൽകുന്ന ചാന്തോക്യത്തിൻ്റെ സംഭാവനയാണത്. സങ്കല്പത്തിൻ്റെ ബലം പറയുക. ചാന്തോക്യത്തിൽ ആകെ നോക്കുമ്പോഴുള്ളത് സങ്കല്പത്തിൻ്റെ ബലമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അത്തരം ചില ഈടുവയ്പ്പുകളുണ്ട്. ഫലത്തെ സംബന്ധിച്ചുള്ള ചിന്ത വേണ്ട, ഫലത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ വേണ്ട എന്നതാണ് ആര്യന്മാർ ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്ന ജീവിതദർശനം. ജീവിക്കാൻ തുടങ്ങുന്ന ആളുകളോട് ആദ്യം തന്നെ പറയുന്ന കാര്യം എന്തുവാ?
നീ കർമ്മം ചെയ്യ്, നിനക്ക് കിട്ടിയിരിക്കുന്ന അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുക. അതാണ് സ്വധർമ്മം. നമുക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനവനും ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക, അതിന് ഫലമുണ്ടാവും. ഫലമില്ലാത്തൊരു വ്യവസ്ഥയല്ല ഇത്. അപ്പോൾ അത്രയും ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് വൈദിക ദർശനത്തിൻ്റെ ഒരു കേവലം ഒരു എന്താ പറയുക ഓഫ് ഷൂട്ട്, ഒരു ചെറിയ ശാഖ മാത്രമായ ജ്യോതിഷം എന്തു പറയുന്നു, ഫലത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠ വാരി വിതറുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജന്മപത്രി എന്താവണം? ഈശ്വരൻ്റെ വരം കിട്ടി വന്നിരിക്കുന്ന ഒരു അവതാരമാണ് ആ ശിശു. അത് എവിടെ പിറക്കട്ടെ, ഏത് കുലത്തിൽ പിറക്കട്ടെ, ഏത് രൂപത്തിൽ പിറക്കട്ടെ, ഈശ്വരൻ അതിന് മനുഷ്യജന്മം കൊടുത്തു. അതിനപ്പുറത്തേക്ക് നമ്മളെവിടെയാണ് അധികാരം അതിൻ്റെ നിൽപ്പുകൾ തീരുമാനിക്കാൻ? അതിനെ അനുവദിക്കുകയും അതിനെ കൃത്യമായിട്ട് അതിന് വേണ്ട വ്യവസ്ഥ ചെയ്യുകയും മാത്രമേ നമ്മളെ സംബന്ധിച്ച് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അവിടെ ജന്മപത്രി ശോകപത്രി ആക്കുന്ന ഈ പരിപാടി നിർത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശം അതല്ല. അപ്പോൾ ദയാനന്ദ ദർശനം അവിടെ കൃത്യമായിട്ടും വൈദികമാണ്, അത് ഇപ്പോഴും പ്രസക്തമാണ്. അതിനർത്ഥം ജ്യോതിശാസ്ത്രത്തിൻ്റെ ഫലഭാഗത്തെ അദ്ദേഹം എതിർത്തു എന്നല്ല, അത് ദുരുപയോഗം ചെയ്യുന്നതിനെ എതിർത്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് വരാം. അപ്പോൾ അത് കൂടുതൽ വ്യക്തമാകും. കാരണം പ്രാരബ്ധം എന്നതിൻ്റെ തോതറിയുവാനുള്ള ഒരു അംശം കൂടി ജ്യോതിഷത്തിലുണ്ട്. അതിനെയാണ് ഇവർ ഈ ഫലഭാഗം കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ ചർച്ച മുന്നോട്ട് പോവാം അല്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിന്നെ സുജിത്ത് ഉന്നയിച്ച ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിന് കുറച്ചുകൂടി ആഴത്തിലേക്ക് നമുക്ക് പോയിട്ട് പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാം. മുന്തൻ മാഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അപ്പം അതിൽ പിന്നെ ആ തൃണജളായുഗത്തിൻ്റെ അത് പിന്നെ ബൃഹദാരണ്യത്തിലാണ് 4:4-3 ബൃഹദാരണ്യത്തിലാണത് വരുന്നത്. പിന്നീട് 3-ാം അധ്യായത്തിൽ ബ്രഹ്മസൂത്രത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. നാതിചിരേണ വിശേഷാത് അതിചിരേണ വിശേഷാത്. ഇത്തരം നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച്, നമുക്ക് പിന്നീട് സംശയമുണ്ടാക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം പരമ്പര സൂത്രങ്ങളിലൂടെ ഉത്തരം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഭഗവാൻ വ്യാസൻ ഉത്തരം നിർദ്ദേശിച്ചിരിക്കുന്നതാണ് അതിചിരേണ വിശേഷാത്. പിന്നെ മരണപ്പെട്ട പ്രയത്യഭവതീതി പ്രയത്യഭാവം, മരണപ്പെട്ട ഒരാത്മാവ്, ശരീരം വിട്ട ശരീരവിയോഗമുണ്ടായ ഒരാത്മാവ് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നതിൻ്റെ വ്യവസ്ഥയാണ്. അപ്പോൾ അത് മോക്ഷത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ, വിദേഹമുക്തി ഉണ്ടാവുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്, ഞാൻ ഈ ജന്മത്തിൽ സത്കർമ്മമൊക്കെ ചെയ്തു, പക്ഷേ മോക്ഷത്തിനുള്ള യോഗ്യത എനിക്ക് സമ്പാദിക്കാനായില്ല. പക്ഷേ വീണ്ടും എനിക്ക് ഉത്കണ്ഠയുണ്ട്, മനുഷ്യരും വേണം. കാരണം എന്താണ്? വീണ്ടും ജനിക്കണം. അതാണ് പിതൃയാനം എന്ന് പറയുന്നത്. അപ്പോൾ പിതൃയാനത്തിൽ അത് അതിലൂടെ സഞ്ചരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ പാപത്തിൻ്റെ തോതെന്തെന്ന്. അപ്പോൾ പാപവും പുണ്യവും തമ്മിലുള്ള ആ ഒരു കൃത്യമായ അവസ്ഥ താണ്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് പിന്നെ മോക്ഷത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വരുന്നത് വരെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകണം? വെയിറ്റ് ആൻഡ് സീ ആണ്. നമുക്ക് ഈശ്വരീയമായ വ്യവസ്ഥ അനുകൂലമാകുന്നത് വരെ കാത്തിരിക്കണം. ആ കാത്തിരിപ്പിൻ്റെ കാലം എത്ര എന്നത് വിഷയമാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്നാണ് അടുത്ത ശരീരം കിട്ടുക. ഇതെല്ലാ ജീവികളെ സംബന്ധിച്ചല്ല, പിതൃയാനികളെ സംബന്ധിച്ചാണ് ഇത് പ്രധാനപ്പെട്ട വിഷയം. കാരണം പിന്നെ ന അപഹത പാത്മാന പിതര, പാപം തീരാത്തവരാണ് പിതൃക്കളാവുന്നത്. പാപം തീർന്നവർ ദേവമാർഗത്തിലൂടെ മോക്ഷത്തിലേക്ക് പോകുന്നു. പാപം തീരാത്തവർ, പാപത്തിൻ്റെ ചക്രത്തെ താണ്ടാത്തവർ വീണ്ടും ജനിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പാപികളായിട്ട് തുടരാൻ വേണ്ടിയല്ല ഉദ്ദേശിക്കുന്നത്. പുണ്യത്തെ താണ്ടി മോക്ഷത്തിലേക്ക് പോവുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ നിമിഷം മരിക്കുന്ന പക്ഷം അടുത്ത ജന്മം എപ്പോൾ കിട്ടുമെന്ന ഉത്കണ്ഠ ആശങ്ക വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വിഷയത്തിലാണ് അതിചിരേണ വിശേഷാത്. അധികം സമയമെടുക്കില്ല. ഉത്തരം പറഞ്ഞത് അധികം സമയം എടുക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് വിശേഷാത്? അപ്പോൾ അവിടെ അറിയേണ്ടത് പിന്നെ എന്നിട്ട് ആ സൂത്രത്തിൻ്റെ മൂലം, അതിൻ്റെ സന്ദർഭം, വൈദികമായ സന്ദർഭം എടുത്ത് പറയാൻ വേണ്ടി പിന്നെ ബൃഹദാരണ്യോപനിഷത്തിൽ നിന്നും ആ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ തൃണജളായുഗം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരുപാട് കാലുകളുള്ള, ഇപ്പോൾ നമ്മുടെ പിന്നെ അട്ടയൊക്കെ ഉണ്ടല്ലോ, പെരുമാളട്ട, അതിപ്പോൾ അതിന് ഒരുപാട് കാലുകളുണ്ട്. അപ്പം നൂറുകണക്കിന് കാലുകളുള്ള ജീവികളുണ്ട്, അട്ടകളുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഈ നമ്മുടെ ചെണ്ട മുറുകി വരുന്നുണ്ട്, കേൾക്കാമല്ലോ അല്ലേ?
അപ്പോൾ അതിനെ അല്ല ഇവിടെ പറയുന്നത്. പിൻഭാഗം കൊണ്ട് മുൻഭാഗത്തെ തള്ളി പോകുന്ന ഒരു ജീവി. തൃണജലായുകം എന്ന് പറയുന്നത് കാലുകൾ ഒരുപാടുള്ളതല്ല, മറിച്ച് മുൻഭാഗം കൊണ്ട് പിൻഭാഗം കൊണ്ട് മുൻഭാഗത്തെ തള്ളി മെല്ലെ പോകുന്നു. അങ്ങനെ പോകുന്ന എന്തോ കാറ്റർപില്ലർ, അത് മറ്റേ പ്യൂപ്പ ആ സംഗതിയല്ല, അത് പിന്നീട് ചിത്രശലഭമാകുന്നതല്ലേ. ചിത്രശലഭമാകുന്ന അതല്ലാതെ നമ്മൾ പിന്നെ ഈ ചെറിയ നനവൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കാണാവുന്നതാണത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ. ഈ പിൻഭാഗം മുൻഭാഗം എന്ന് വെച്ചാൽ പിൻഭാഗം പൂർവ്വകർമ്മം. പൂർവ്വകർമ്മം അതിനെ ഏത് ദിശയിലേക്ക് പ്രേരിപ്പിക്കുന്നുവോ, എത്ര ആക്കം കൊടുക്കുന്നു. കാരണം എന്നാൽ കാലുകളില്ല, അതിന് സ്വയമേവ സഞ്ചാരശേഷിയില്ല. അതിൻ്റെ തന്നെ പിൻഭാഗം മുൻഭാഗത്തെ തള്ളുന്നു. അതിനർത്ഥം എന്താണോ നമ്മൾ നേടിയത്, ആ നേടിയ സംഗതിയാണ് അടുത്തതിലേക്കുള്ള ആക്കം. അത് ഓരോ ദിവസത്തെയും കാര്യമാണ്. ഓരോ ദിവസവും ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഇന്നലെ നേടിയതെന്തോ അതാണ് ഇന്നത്തെ ആക്കമാകുക. അത് മൊത്തം ജീവിതത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് ഇത് ഒരു ഇലയിൽ നിന്ന് ഇലയുടെ അറ്റത്തെത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അതെന്ത് ചെയ്യും, അത് വീഴും. അപ്പോൾ വീണ് കഴിഞ്ഞാൽ എത്ര കാലം കിടക്കേണ്ടി വരും, അടുത്ത ശരീരമില്ലാതെ. അപ്പോൾ പറയുന്നു ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു പിന്നെ ഇല ഒരു ഇലയിൽ ഒരു ഇല വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇല കിട്ടിയാൽ എന്തുണ്ട്, അതിന് സാധ്യതയുണ്ടല്ലോ. ഒരു ഇല വിടുന്നു, അടുത്ത ഇല കണ്ടുകൊണ്ട് വിടാമല്ലോ, ആ സാധ്യതയുണ്ടല്ലോ. അതായത് അടുത്ത ഇല കിട്ടാതിരുന്നാലല്ലേ വിഷമമുള്ളൂ. അതിന് തൊട്ടടുത്ത സമയം, അടുത്ത നിമിഷം തന്നെ അടുത്ത ഇല കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇല്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. കിട്ടണമെന്ന് നിർബന്ധമില്ല. താനും കുറേ കാലം അങ്ങനെ കിടക്കാം. അപ്പോൾ എത്ര കാലം കിടക്കേണ്ടി വരും, അധികകാലം കിടക്കേണ്ടി വരത്തില്ല. അടുത്ത പ്രശ്നം ഇത്രേ ഉള്ളൂ, നമുക്ക് ശരീരം വിട്ട ആത്മാവിനെ പിന്നെ ചന്ദ്രമാനം കൊണ്ടോ സൂര്യമാനം കൊണ്ടോ നക്ഷത്രമാനം കൊണ്ടോ ഒന്നും അളക്കാൻ പറ്റത്തില്ല. ഇത്ര കാലം അത് കിടക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ശരീരം വിട്ട് കഴിഞ്ഞു. അതിന് സാധാരണ പിന്നെ ഈ ജ്യോതിർഗോളങ്ങളുടെ നിയമം അനുസരിച്ചല്ല പിന്നെ അത് ജീവിക്കുന്നത്. അപ്പോൾ എത്ര കാലം എന്നത് പറയാനേ പറ്റത്തില്ല. 10 ദിവസമെന്ന് അല്ലെങ്കിൽ 100 ദിവസമെന്ന് 1000 ദിവസമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അധികം വൈകില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പം അതിചിരയണം, അധികം വൈകാതെ തന്നെ അത് അടുത്ത ശരീരത്തിലേക്ക് അതിൻ്റെ പ്രവേശമുണ്ടാവും. കാരണം ഈശ്വരീയമായ വ്യവസ്ഥയാണ്. ഈശ്വരൻ അതിന് വ്യവസ്ഥ ചെയ്യാതിരിക്കത്തില്ല. എത്രയും വേഗം ആ കർമ്മകാണ്ഡത്തെ പൂർത്തിയാക്കാൻ അതിനെ അനുവദിക്കുക എന്നതാണ് ഈശ്വരൻ്റെ പൊതു നയമായിട്ടിരിക്കുക. അല്ലാതെ അതിനെ ബുദ്ധിമുട്ടിക്കുകയോ അതിനെ അവിടെ ഇട്ട് ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അവിടെയൊക്കെയാണ് ഈശ്വരൻ്റെ ഈ കൃപ എന്ന് പറയുന്നത്. ഈശ്വരൻ ദയാലുവാണ് എന്ന് പറയുന്ന ആ കാര്യങ്ങൾ. കാരണം സൃഷ്ടിയുടെ ഉദ്ദേശം അദ്ദേഹത്തിന് വേണ്ടിയല്ലല്ലോ സൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അന്യർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സത്പ്രവൃത്തിയാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്, ജീവാത്മാക്കൾക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ ശരീരവ്യവസ്ഥയില്ലാതെ എങ്ങനെയാണ് ജീവാത്മാവിനെ ഈശ്വരൻ ഉപചരിക്കാനാവുക? അപ്പോൾ എത്രയും വേഗം ശരീരവ്യവസ്ഥയിലേക്ക് അതിനെ നയിക്കും. ശരീരവ്യവസ്ഥയിലേക്ക് നയിക്കുക, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുക. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കും ഈ ശരീരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിചിരേണ വിശേഷാത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഭാഗം പൂർത്തിയായില്ലേ? അത് ഒരു പുതിയ പുൽനാമ്പിൽ പിടിച്ചതിന് ശേഷമാണ് പിൻവശം വിടുന്നത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ അത് അത്രയും നിമിഷാർത്ഥത്തിനേക്കാൾ നമുക്ക് പറയാവുന്നതിനേക്കാൾ ചെറിയ കാലയളവെന്ന് തന്നെ എടുത്തുകൂടെ? അത് അല്ല, എല്ലാം സജ്ജമാക്കിയതിനു ശേഷം പറഞ്ഞു ഈശ്വരനെല്ലാം സജ്ജമാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ഉപമ പോലെ തന്നെ അങ്ങേക്ക് ഒരു ടിക്കറ്റ് തരുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും, സ്വീകരിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും, താമസ സൗകര്യം ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കാത്ത അത്ര ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശരി യാത്ര ആരംഭിച്ചോളൂ എന്ന് പറയുന്നത്. ആ ഒരു സങ്കല്പം, ഒരു ഉപമ അത് ചെയ്യും. ആ സങ്കല്പത്തിൻ്റെ കുഴപ്പം നമ്മൾ അങ്ങനെയുള്ളവർ യോഗ്യരായവരെയല്ലേ അങ്ങനെ ഉപചരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജായസ്വ മ്രിയസ്വ എന്ന് പറഞ്ഞ് ഈശ്വരൻ ശപിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. മനുഷ്യരും കിട്ടി, ദുഷ്കർമ്മങ്ങളാണ് ചെയ്തത്, അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല. അങ്ങനെയൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് കിട്ടത്തില്ല, അത്ര ഒരു ഉപചാരമൊന്നും കിട്ടത്തില്ല. നീ ജനിക്കുമോ മരിക്കുമോ എന്ന് പറഞ്ഞ് ശപിച്ചു വിടുകയാണ്.
അപ്പോൾ ഈയാമ്പാറ്റ പോലെയൊക്കെ ഉള്ള അത്തരം ജന്മങ്ങളും ഉണ്ടല്ലോ, അതും ശരീരത്തിൻ്റെ വ്യവസ്ഥ തന്നെയല്ലേ വരുന്നത്. അവിടെ ശരീരം കിട്ടിയല്ലോ, അതിന് യോഗ്യമായ ശരീരം, അതിന് ചേർന്ന ശരീരം എന്നുള്ള അർത്ഥത്തിലെടുക്കാമോ അത്? അതേസമയം ഒരു മനുഷ്യ ശരീരം കിട്ടണമെങ്കിൽ സമാനമായിട്ടുള്ളൊരു വ്യവസ്ഥയിലേക്ക് പോകണം. ഉചിതരായിട്ടുള്ള പിതൃക്കളെ കിട്ടണം, അച്ഛനമ്മമാരെ കിട്ടണം, അല്ലേ? അപ്പോൾ അത് നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാൻ ഈശ്വരനാകുമോ? നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാൻ ഈശ്വരനാകത്തില്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കുറേ സമയമെടുക്കും. ഒരു 100 വർഷം എന്തായാലും എടുക്കാം. 2 3 തലമുറയൊക്കെ ചിലപ്പോൾ നേരെയായി വരേണ്ടി വരും. എല്ലാവർക്കും ഒരുപോലെ പ്രവേശം കിട്ടാൻ ഇടയില്ല. അപ്പോൾ സംസ്കാര കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിന് കാരണം നമുക്ക് നല്ല തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നല്ല ആത്മാക്കളില്ലാഞ്ഞിട്ടല്ല. ആത്മാക്കൾ അവിടെയും ഇവിടെയും ശരീരം കാക്ഷിച്ചുകൊണ്ടുണ്ട്. പക്ഷേ നല്ല അച്ഛനും അമ്മയും ഇല്ല എങ്കിൽ, അച്ഛനും അമ്മയും ഗർഭപാത്രം തയ്യാറായിട്ടില്ല എങ്കിൽ, ബീജമനുസരിച്ച് അതിനെ ആവാഹിക്കാനില്ല എങ്കിൽ, തയ്യാറായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നിഷ്ഫലമായിട്ട് പോകുന്നു. കാരണം അതിനെന്ത് ചെയ്യേണ്ടി വരുന്നു? അതിന് വീണ്ടും ആ വ്യവസ്ഥയ്ക്ക് വേണ്ടി ഉചിതമായൊരു വ്യവസ്ഥ തയ്യാറാകുന്നത് വരെ അതിന് വിശ്രമിക്കേണ്ടി വരും. അതിന് സ്വാഭാവ്യാപത്തി എന്നാണ് പറയുന്നത്. പൊതുവായിട്ട് കർക്കിടക മാസത്തിൽ അതുപോലെ എല്ലാ വർഷത്തിലും ഋതുക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത് മരിച്ചുപോയ നമ്മുടെ പിതൃക്കളെ അല്ലെങ്കിൽ ആചാര്യന്മാരെയൊക്കെ സ്മരിക്കാറുണ്ട്. അവരുടെ പൊതുവെ നമ്മൾ ജയന്തിയാണ് കൂടുതലും വയ്ക്കുക. വീട്ടിലൊക്കെ ആണെങ്കിൽ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മാതാക്കന്മാരുടെ അവരുടെ ആ ജന്മദിനം അല്ലെങ്കിൽ തിഥി വെച്ചിട്ട് നമ്മളിവിടെ ഒരു പുതുമേധാ സൂക്തം ജപിച്ച് അഗ്നിഹോത്രം ചെയ്യാറുണ്ട്. അത് നമ്മുടെ ആര്യഭാസ്കർജി ആണ് അത് നമുക്ക് ഒരു അദ്ദേഹം തന്നെ കയ്യെഴുത്ത് പ്രതിയാണ്. അതെനിക്ക് തോന്നുന്നത് പ്രിന്റഡ് ആയിട്ടില്ല, അദ്ദേഹം തന്നതാണ്. അപ്പൊ അതിനെ നമ്മൾ പിന്തുടരാറുണ്ട്, അല്ലാതെ സാധ്യമായി ചെയ്യാറില്ല എന്നാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ട്. ഇതേ ആചാര്യന്റെ അഭിപ്രായം അതിൽ നമ്മുടെ ആ ശ്രദ്ധയോടുകൂടി ആചരിക്കേണ്ടത്, ശ്രദ്ധയുമായി ബന്ധപ്പെട്ടത് അതൊക്കെയാണ് ശ്രാദ്ധം. മാത്രമല്ല അത് നിത്യകർമ്മമാണ്. അപ്പം പിതൃയജ്ഞമാണല്ലോ. ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരല്ലേ എന്നാണ് സംശയം പറഞ്ഞത്. അപ്പം തർപ്പണം, ശ്രാദ്ധം, തർപ്പണം ഇങ്ങനെ വ്യത്യസ്ത ഭാവങ്ങൾ അല്ലെങ്കിൽ കാലഭേദങ്ങളുണ്ട് അതിന്. നമ്മൾ നിത്യവും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത് വേറെ, മരിച്ച ആളുകളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വേറെ. ഞാനിപ്പോഴാണ് നോക്കിയത്, ഒന്നുകൂടി പറയാം. ശ്രാദ്ധം, തർപ്പണം ഇങ്ങനെ പല പേരുകളിൽ അതുണ്ട്. അപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നത്, മൃതരായവർക്ക് പരേതർക്ക് വേണ്ടി ചെയ്യുന്നത്, അത് രണ്ട് കാര്യമാണ്. അപ്പോൾ നിത്യകർമ്മം എന്നത് പിതൃകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരെയാണ്. അതാണ് നിത്യവും ചെയ്യേണ്ടതാണത്. നമുക്കെപ്പോഴും പിതൃഭാവമുള്ള ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിതൃയാനം ദേവയാനം ഇത് രണ്ടും അംഗീകൃത മാർഗമാണല്ലോ. അപ്പോൾ അതിൽ പിതൃയാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. പിതൃയാനം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഓർമ്മകളും ബാക്കിയുള്ള അനുശീലനങ്ങളും എല്ലാം, വിശേഷം ഈ ആളുകളെ ഓർക്കാൻ വേണ്ടി, അവരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിനകത്ത് അച്ഛനമ്മമാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, ബാക്കി ആരൊക്കെ ഉണ്ടോ നമ്മുടെ പാലനം എന്ന കർമ്മം വളരെ ശ്രദ്ധയോടുകൂടി ആ പിതൃകർമ്മം ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ ഓർക്കുന്നു, അവർക്ക് വേണ്ട ഉപചാരങ്ങൾ ചെയ്യുന്നു. അത് ജീവിച്ചിരിക്കുന്നവരാവാം, മരിച്ചവരാവാം. കാരണം മൃതരായ ആളുകൾക്ക് വേണ്ടി അവരുടെ സങ്കല്പത്തെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ഇപ്പം എൻഡോമെൻറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ പിതൃ പദ്ധതിയിൽ വരുന്നതാണ്. അപ്പോൾ പിതൃയാനം എന്ന് പറയുന്നത് ഒരു വളരെ വിശാലമായൊരു പദ്ധതിയും മാർഗവുമാണ്. അപ്പോൾ അവിടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി അവരുടെ സങ്കല്പം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ തുടർച്ചയെ നിലനിർത്തുന്ന കർമ്മങ്ങളൊക്കെയും പിതൃകർമ്മങ്ങളാണ്, ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത്. അതാണ് ശ്രാദ്ധം എന്ന് പറയുന്നത്. തർപ്പണം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തൃപ്തിപ്പെടുത്തലിന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിൽ ഈ നമ എന്ന പദത്തിന് നമസ്വസ്തി സ്വാഹാലം വഷട് യോഗാച്ച എന്ന വ്യാകരണ സൂത്രം അനുസരിച്ച് ചതുർത്ഥി വിഭക്തി പൊതുവായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ദേവേഭ്യോ നമ, പിതൃഭ്യോ നമ, പിതൃഭ്യ സ്വധാ നമ, ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുന്നത് പ്രകരണഭേദം വെച്ചുകൊണ്ട് നമശബ്ദത്തിന് നമസ്കാരാർത്ഥമല്ല അന്നം എന്ന അർത്ഥമാണ് പിതൃകർമ്മത്തിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് അന്നം കൊടുക്കുക എന്ന് പറയുമ്പോൾ
അവരെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പിണ്ടാദികളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പം രണ്ട് കൂട്ടർക്കും ഈ നമ ബാധകമാണ് ജനിച്ചവർ. കാരണം എന്താ അറിയാമോ, പിതൃ പ്രപിതാമഹ പിന്നെ പിതൃ പിതാമഹ പ്രപിതാമഹ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പ്രപിതാമഹ 3 or 4 തലമുറ വരെ പോകുന്നുണ്ട്. അവരൊക്കെ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നവരാവണമെന്നില്ലല്ലോ. അവർക്ക് നമ്മൾ പിതൃകർമ്മത്തിൽ അവരുടെ നാമം പിന്നെ ഉച്ചരിക്കുന്നുണ്ട്. നാമം ഉച്ചരിക്കുന്നുണ്ട്. പിതാവ്, പിന്നെ പിതാമഹൻ, പ്രപിതാമഹൻ. ഓക്കെ, ആചാര്യാദി സംബന്ധികൾ ഇങ്ങനെ ആ പിതൃയജ്ഞത്തെ സംബന്ധിച്ചുള്ള നാമവിധാനം, അന്നവിധാനം ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ അവരെല്ലാം ജീവിച്ചിരിക്കണമെന്നില്ല, പക്ഷെ മന്ത്രമുണ്ട്. അപ്പം ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ മുത്തച്ഛനില്ല, മുത്തച്ഛൻ്റെ അച്ഛനില്ല. പക്ഷെ അപ്പോൾ ഞാനെങ്ങനെ ചെയ്യും? അത് ഒന്നിലെ സങ്കല്പിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത്തരം പിന്നെ വിടവുകളിലാണ് ആളുകൾ എന്ത് ചെയ്ത് വായ്ക്കരി ഉൾപ്പെടെയുള്ള അത്തരം കർമ്മങ്ങൾ മരിച്ച സമയം തൊട്ട് ചെയ്യുന്നു, പിന്നെ അത് തുടരുന്നു. പിന്നെ പിണ്ടകർമ്മങ്ങൾ ഗരുഡപുരാണത്തിൽ മുന്തൻ മാഷ് പറഞ്ഞ പോലെ ഗരുഡപുരാണത്തിൽ അതിവിസ്തൃതമായിട്ട് ഇതിൻ്റെ വിവരണമുണ്ട്. മിക്കവാറും ഈ പ്രേത ശേഷമുള്ള ഈ അന്നഭുക്തി കർമ്മങ്ങളൊക്കെയും വാവ്, കർക്കിടക വാവിനും മറ്റും ചെയ്യുന്ന അമാവാസി തർപ്പണം, ഇതെല്ലാം മിക്കവാറും ഈ ഗരുഡപുരാണത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. അത് ബ്രാഹ്മണ സങ്കേതം അത് ഗരുഡപുരാണത്തിനെ ആശ്രയിച്ചാണ്. പക്ഷേ മറ്റൊരു നമ്മൾ ആദ്യം പറഞ്ഞതായിട്ട് ബന്ധിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും മറ്റൊരു ജന്മം സ്വീകരിച്ച് ഇപ്പൊ ഒരു പക്ഷേ മറ്റൊരു ജന്മം സ്വീകരിച്ച് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവർക്ക് ഈ ദ്രവ്യങ്ങൾ എങ്ങനെ കിട്ടില്ലല്ലോ. കാരണം ആ സ്ഥൂല ശരീരം തന്നെ ഇല്ലല്ലോ. ഒരു സങ്കല്പം ആവശ്യമുണ്ട്. അങ്ങ് പറഞ്ഞ് 100% ശരിയാണ്. കാരണം നമ്മളുടെ പിതൃക്കളെയും ഗുരുക്കന്മാരെയും പൂർണ്ണമായിട്ടും സങ്കല്പത്തിൽ ആദരപൂർവ്വം ഓർമ്മിക്കുന്നത് ആവശ്യമാണ്. പക്ഷെ നമ്മൾ ആ ഓർമ്മിക്കുന്ന സമയത്ത് അവർ ഏത് അവസ്ഥയിലാണ്, മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു ജന്മത്തിൽ, മറ്റൊരു ജീവിതത്തിൽ അവർ തുടങ്ങി കുറെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അവരെ നമുക്ക് സ്വാധീനിക്കാനാവത്തില്ല. ശരീരം വിട്ടുപോയ ഒരാത്മാവിനെയും നമുക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഇത് കേവല സ്മരണ മാത്രമാണ്, നമ്മളുടെ ശ്രദ്ധ മാത്രമാണ്. അല്ല, അപ്പോൾ അവിടെ ചെയ്യുന്നുണ്ട്. ഈ അന്നം വെക്കുന്നുണ്ട്. ആ അന്നമാണ് ഈ ബലിക്കാക്കുകൾ തുടങ്ങിയുള്ള അത്തരം ജീവജാലങ്ങളിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. അവ എടുക്കുകയാണ് അത് ചെയ്യുന്നത്. കാരണം പൊതുവായിട്ട് വെക്കുന്ന ഇതടത്തെല്ലാം എന്താ ചെയ്യുന്നത്, കാക്കകൾ വരാറുണ്ട്. എന്ന് മാത്രമല്ല, ബലിക്കാക്ക എന്ന് പറയുന്നത് സാധാരണ ഇനമല്ലല്ലോ, പ്രത്യേകതരം ഒരു ഇനമാണത്. അപ്പോൾ അതിനെ വിളിച്ച് പിന്നെ കൈകൊട്ടി വിളിക്കുന്ന രീതിയുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം നമ്മളൊക്കെ സാധാരണ ചെയ്യുമ്പം അത് ഈ ജീവി, എൻ്റെ അനുഭവം പറയുക, വ്യക്തിപര അനുഭവം പറയുക, നമ്മൾ പലപ്പോഴും നിരന്തരം ആവാസ സ്ഥാനം മാറേണ്ടി വരുമല്ലോ ഔദ്യോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ ഈ പിന്നെ പിതൃതർപ്പണം ശ്രദ്ധാപൂർവം ഞാൻ രണ്ടും ചെയ്യും. പദ്ധതിയും ചെയ്യും, പിതൃപദ്ധതിയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് മുടക്കം വരുമോ അല്ലെങ്കിൽ നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ ജീവി കൃത്യമായിട്ട് അടുക്കള ഭാഗത്തു നിന്ന് വെള്ളം വെക്കുന്നത് നമുക്ക് ഒരു സാധാരണ അനുഭവമാണ്. പിന്നെ അതും സാധാരണ കാക്കയല്ല, ഈ പ്രത്യേക കാക്ക എല്ലായിടത്തും ഇത് വരികയില്ല. അത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം പിന്നെ ഏതെങ്കിലും ഒരു പിതൃബലി സ്ഥിരമായിട്ട് നടത്തുന്ന പരശുരാമ ക്ഷേത്രങ്ങളിലോ മറ്റോ അല്ലാത്ത സ്ഥലത്തും വരികയും അത് ബഹളം വെക്കുക. മാത്രമല്ല, ഈ കർമ്മം ക്രമപ്പെടുത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ബഹളം പിന്നെ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ അല്പം ഒന്ന് നീക്കി വെക്കുകയാണെങ്കിൽ രാവിലെ അത് വന്ന് ബഹളം ഉണ്ടാക്കും. അതായത് നമ്മളൊന്ന് ഈ കർമ്മം ഒന്ന് വൈകുന്നേരം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ രാവിലെയാണ് അതിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഈ പ്രാതഃകാല ബലി. അപ്പോൾ ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ജീവി മാത്രം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അത് നാട്ടിൽ ആ സമ്പ്രദായത്തിലൂടെ നമുക്ക് അതിൻ്റെ ആ ആചരണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരസ്പര ബന്ധിതമായൊരു ഇക്കോ സിസ്റ്റം ഇതിനുണ്ട്. കാരണം മരിച്ചാലും ഈ ആത്മാവും അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളും അതിൻ്റെ തുടർച്ചയും എവിടെയുണ്ട്? ഈ ഭൗമ അന്തരീക്ഷത്തിലുണ്ട്. അതിൽ നിന്നും മുക്തരല്ല നമ്മളാരും. നമുക്കത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ലോകത്ത് സംഭവിക്കുന്ന ഒന്നല്ല. ഈ ആത്മാക്കൾ ഇനിയും നേരത്തെ പറഞ്ഞല്ലോ, അതിചിരേണ വിശേഷാതെന്ന് പറയുമ്പോൾ അവിടെ ശുചിത്വം മറ്റും സൂചിപ്പിച്ച പോലെ ദൂരമല്ല. ആരോ പറഞ്ഞല്ലോ, അധികം ദൂരമില്ലാത്തിടത്ത് ഈ പറയുന്ന ഇലകളെല്ലാം ചേർന്നിരിക്കുന്നു എന്ന് അർത്ഥമെടുക്കാൻ കഴിയത്തില്ല. കാരണം അതല്ലാത്ത സാഹചര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇലയിൽ നിന്നും അപൂർവമായൊരു ജന്മം, വിശേഷമായിട്ടുള്ളൊരു ജന്മം, അത്ഭുതങ്ങളൊക്കെ കാണിച്ചൊരു ജന്മം, അസാധാരണത്വമുള്ള ജന്മം, പക്ഷേ മോക്ഷത്തിലേക്ക് പോകണമെന്നില്ലല്ലോ. അത്
ഏതെങ്കിലും ഒരു പ്രത്യേക എന്താ പറയുന്നത് ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജീവിത കലയിലോ ഒക്കെ സ്കിൽ സെറ്റ്സ് ഉണ്ടായിരുന്ന ഒരു നല്ല ജന്മം മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണപ്പെട്ടു. പക്ഷേ അത് മോക്ഷത്തിലേക്ക് പോകുന്നില്ലെന്ന് വെച്ചു. അപ്പം അപൂർവമായിട്ടുള്ള ഒരു ഇല, ചുറ്റുപാടും മറ്റിലകളില്ലാത്ത ഒരു ഇല ഏട്ടനൊക്കെ സങ്കല്പിക്കാം. അത് വീഴുന്നത് എങ്ങോട്ടാവും? അടുത്ത ഇലയോടെ കാത്തിരിക്കണമെന്നില്ല. അപ്പോൾ ഇല ഉണ്ടെങ്കിലേ അടുത്ത ഇലയിലേക്ക് സഞ്ചരിക്കാനാവുള്ളൂ, ഇല്ലെങ്കിൽ അത് അവിടെ വീണ് കിടക്കും. അതിന് സാഭാവ്യാപത്തി എന്ന് പറയും ശാസ്ത്രം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ആത്മാവിനെ സംബന്ധിച്ച് അതിന് ശരീരമില്ല എങ്കിൽ അത് എവിടെ കിടക്കുന്നു അവിടെ കിടക്കും. വെള്ളത്തിലാണ് ശരീരം ഉപേക്ഷിക്കുന്നതിൽ അവിടെ കിടക്കും, അടുത്ത ശരീരം കിട്ടുന്നത് വരെ. പക്ഷേ ജലത്തിൽ നിന്ന് ഭിന്നമായ ഒരു അസ്തിത്വം അതിനുണ്ടാകത്തില്ല. അതിനെ ജലത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കും തിരിച്ചറിയാനും കഴിയത്തില്ല. അപ്പോൾ ജലം, വായു തുടങ്ങിയുള്ള നമ്മളുടെ പാഞ്ചഭൗതിക സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഈ ആത്മാവ് അവിടെ പെട്ടുകിടക്കുകയാണ്. ആ പെട്ടുകിടക്കലിനാണ് യമലോകമെന്ന് പറയുന്നത്. സംയമനെ എന്ന സൂത്രമുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. അപ്പോൾ അവിടെ യമലോകം എന്ന് പുരാണം കൽപ്പിക്കുന്ന അതേ സംഗതി തന്നെയാണ്. അപ്പോൾ യമനൊരു പ്രത്യേക ദേവതയോ പിതൃക്കളുടെ രാജാവോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാം. അപ്പോൾ സംയമന ലോകം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അത്. അവിടെ വേറെ ആർക്കും അതിനെ സംബന്ധിച്ചുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നമുക്കൊന്നും അവിടെ ബന്ധപ്പെടാൻ വഴിയൊന്നുമില്ല. നമ്മളൊക്കെ പിന്നെ പറയുന്നത് ഈ സ്കീസോഫ്രീനിയ എന്നൊക്കെ പറഞ്ഞ പോലെ മനസ്സിൻ്റെ ആ അവസ്ഥയിൽ ആത്മാക്കൾക്ക് ശരീരത്തോടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് എന്തെങ്കിലും സ്വാധീനമോ ബന്ധമോ ഉണ്ടാകുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം ശരീരത്തിലൂടെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഭോഗവ്യവസ്ഥയിൽ ഇടപെടാൻ പറ്റുള്ളൂ. ശരീരമാണ് ഈശ്വരീയമായ വ്യവസ്ഥയിൽ ഭോഗവ്യവസ്ഥ, അതായത് സുഖദുഃഖ മോഹ. ഇത് മോഹത്തിൽ വരികയാണല്ലോ, സുഖദുഃഖമൊന്നും അതിനകത്തില്ല. മൗഢ്യമാവട്ടെ. അപ്പം 3 കാര്യങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവഹാരം നടക്കണമെങ്കിൽ ഈശ്വരീയമായ വ്യവസ്ഥയിൽ ശരീരമുണ്ടാകണം. ശരീരമാണ് അതിൻ്റെ ലിംഗം. ഏതെങ്കിലും ശരീരമില്ലാതെ സാധിക്കത്തില്ല. അത് ഫിക്സഡാണ്. അതുകൊണ്ടാണല്ലോ ജാതി ആയുർഭോഗ. ജാതിയിലേക്ക് വരാതെ പറ്റത്തില്ല, ജന്മം എടുക്കാതെ പറ്റത്തില്ല. അപ്പോൾ ജന്മമില്ലാത്തിടത്തോളം അവരവിടെ നിന്നുണ്ടാവും. അത് അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന് ജീവാത്മാക്കൾക്ക് പരേതരായിട്ടിരിക്കാൻ കഴിയും, പ്രത്യഭാവത്തിലുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കൽപ്പിക്കാം. പക്ഷെ അവരൊന്നും കേൾക്കത്തില്ല. കാരണം അവർക്ക് കേൾവി എന്ന ആ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല. അവരിവിടെ ഉണ്ട്. കാരണം അവർ വേറല്ലോ. അതുകൊണ്ടാണ് സംയമനം, യമലോകം എന്ന് പറയുന്ന ഒരു കൽപ്പന ചെയ്ത്. അത് വേറൊരു സ്ഥലത്തല്ല, അത് ഇവിടെ തന്നെയാണ്. അതാണ് കോഎക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, സിംബയോസിസ് എന്ന് പറയുന്നത്. വ്യത്യസ്ത ലോകങ്ങളിലാണ്, അതല്ല ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ മറ്റൊരു ശരീരം കിട്ടും വരെ അവര് ഇവിടെ തന്നെ ഈ അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ഈ ടെർമിനോളജി ശരിയായിക്കൊള്ളുന്നില്ല, ഇവിടെ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ they are absolutely cut off from the other living beings with body. ശരിയല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ, ഒടുവിൽ പറഞ്ഞ കാര്യം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് യാതൊരു നിലയ്ക്കും മറ്റൊരു ഫ്രീക്വൻസിയിലാണ്, ഒരു നിലയ്ക്കും ബന്ധപ്പെടുന്നുമില്ല. ശരിയല്ലേ? ഒരു നിലയ്ക്കും ബന്ധമില്ല. അവർക്ക് കോയിലേന ദേന നഹി ഹേ, ഒന്നുമില്ല. അവർക്ക് നമ്മളെ കാണാനും കാവത്തില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതിനകത്തൊന്നും വൈദികമായിട്ട് നിലനിൽപ്പില്ലല്ലോ. അവര് ശരിയാണ്, അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശരീരത്തോടുകൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അനുയോജ്യമായ ശരീരം കിട്ടുമ്പോൾ അവർ ആ ശരീരം സ്വീകരിക്കും. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പുൽനാമ്പിന്റെ ഇടയ്ക്ക് വീണ് കഴിഞ്ഞാലും ഒരു കാലയളവുണ്ട്, അധികം വൈകില്ല. പക്ഷേ ആ കാലയളവില് അവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇന്ററാക്ഷനും ഇല്ലല്ലോ. ഇല്ല, ഒരു തർക്കവുമില്ല. കാരണം അതിനാണ് പ്രേത്യഭാവം എന്ന് പറയുന്നത്. പ്രേത്യഭവതീതി, മരിച്ചു വീണ്ടും മരണാവസ്ഥയെ താണ്ടി അടുത്ത ജന്മമില്ലാതെ തുടരുന്നു എന്ന ഒരു അന്തരാള ഘട്ടമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അവിടെ ഭോഗമില്ല. പക്ഷെ അവര് നമ്മളെയോ നമ്മൾ അവരെയോ സ്വാധീനിക്കുന്നു. അല്ല, അതാണ് ഭോഗമില്ല എന്ന് പറയുന്നത്. ഭോഗം എന്ന് വെച്ചാൽ എന്താണ്? പരസ്പര സ്വാധീന വ്യവസ്ഥയല്ലേ ഭോഗം. അതെ. അപ്പൊ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ആചാരവിശേഷങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഭയങ്ങളും ഇതൊക്കെ അപ്രസക്തമല്ലേ? അതായത് പിതൃവിനെ പ്രേതമാക്കി കാണുന്ന ബ്രാഹ്മണ്യത്തിന്റെ, അതായത് ഈ പറഞ്ഞ വഴിപിഴച്ച ബ്രാഹ്മണ്യമുണ്ടല്ലോ, ശ്രുതിയോടും സ്മൃതിയോടും ബന്ധപ്പെടാതെ മധ്യകാലത്തുണ്ടായ ബ്രാഹ്മണ്യാഭാസം,
അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം സംഗതികളുണ്ടായത്. പിതൃ വേറെ, പ്രേതം വേറെ. പിതൃവിനെയും പ്രേതത്തെയും ഈക്വേറ്റ് ചെയ്തു. കാരണം ഞാൻ പറയും, ഈ പറയുന്ന ആളുകൾ അവരാരായിക്കോട്ടെ, ഞാൻ ജാതിയോ മറ്റൊന്നുമല്ല പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഈ സമ്പ്രദായം വ്യവസ്ഥപ്പെടുത്തിയ ആളുകൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർക്ക് സ്മൃതിയിലും അധികാരം നഷ്ടപ്പെട്ടിരുന്നു, അവർക്ക് ശ്രുതിയിലും അധികാരം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ സ്മൃതിയിലോ ശ്രുതിയിലോ വ്യവസ്ഥ ഇല്ലാത്ത ഒരു വകയാണ് ഈ കാര്യം. കാരണം അവിടെ പ്രേതവുമായിട്ട് ബന്ധപ്പെടാനും ബന്ധം സ്ഥാപിക്കാനും ആരും എങ്ങും ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പിതൃകർമ്മമുണ്ട്. അതെന്താണത്? ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള പിതൃയാന മാർഗസ്ഥരായിട്ടുള്ള ആളുകളാണ് അവിടെ പിതൃക്കളെന്ന് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് അടുത്ത തലമുറയെ നയിക്കണ്ടേ. അപ്പം ഇതൊരു ടോർച്ച് ബെയറിംഗ് ആണ്, ഇത് ദീപശിഖ പ്രയാണമാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നും ആ ദീപശിഖ ഏറ്റെടുക്കുന്നു, അത് കൈമാറുന്നു. ഇടയ്ക്കുള്ളൊരു അന്തരാളത്തിലാണ് നമ്മളും. ഇതാണ് പിതൃത്വം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പിതൃത്വം. അതിനകത്ത് പിതൃത്വം മാതൃത്വം ഒക്കെ ഉണ്ട്. കാരണം പിന്നെ പുമാൻ സ്ത്രീ പുംവച്ച തുടങ്ങിയുള്ള വ്യാകരണ സൂത്രങ്ങൾ കൊണ്ട് അറിയാൻ കഴിയും. അവിടെ ആപേക്ഷികത്വമാണ് തത്കാലത്തേക്കുള്ള വ്യവഹാരം മാത്രമേ ഉള്ളൂ ഈ സ്ത്രീ പും എന്നൊക്കെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ പുരുഷനാണ് ഉള്ളത്. ജീവാത്മാവ്, ശരീരമെടുത്ത ജീവാത്മാവ്. അതാണാവാം, പെണ്ണാവാം, ആണും പെണ്ണും കെട്ടതുമാകാം. അതായത് കെട്ടതെന്നല്ല, ആണും പെണ്ണും അല്ലാത്ത വ്യക്തമായ ലിംഗ വേർതിരിവില്ലാത്തതുമാവാം. അപ്പോൾ ഈ 3 സ്ഥിതിയിൽ തൃതീയ പ്രകൃതി എന്ന് പറയും. അങ്ങനെയുള്ള ഈ സ്ഥിതിയിലൊക്കെയുള്ള വ്യവഹാരങ്ങൾ ചേർത്താണ് പിതൃയാനം പറയുന്നത്. അപ്പോൾ പിതൃയാനത്തിൽ പിതൃക്കളെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് സാധാരണ ശ്രദ്ധിക്കത്തില്ല. കാരണം ഇതെല്ലാം അവനവൻ കടമ്പയാണല്ലോ. നമുക്ക് നമ്മുടെ കാര്യം ഒന്ന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണ്ട മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനാവുക. പക്ഷെ മറക്കരുത്. അതുകൊണ്ട് പിതൃവ്യവസ്ഥയിൽ കൃത്യമായിട്ട് തർപ്പണം, ബലി. അപ്പം ബലി, തർപ്പണം എന്ന് പറയുന്ന കർമ്മങ്ങൾ അതിവിടെ ഉണ്ട്. പിന്നെ അവിടെ എന്താ പറയുന്നത്? അവരത് ഏറ്റെടുക്കും. ഈ വന്ന പ്രേതാത്മാവ് അതിൻ്റെ സഞ്ചാരദശയിൽ എവിടെയോ വൈതരണിയിൽ കുടുങ്ങി കിടക്കുന്നു, അല്ലെങ്കിൽ അത് ആകാശത്തിലൂടെ യമലോകത്തിലൂടെ വിഷ്ണുലോകത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. അതിൻ്റെ വീഴ്ചയെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഓരോ പിണ്ഡം ഓരോ ദിവസം വെക്കണം. നമ്മളിവിടെ വെക്കുന്ന ഓരോ പിണ്ഡത്തിൻ്റെ കണക്കും അതിൻ്റെ ഗതിയും അതിൻ്റെ അളവും അനുസരിച്ചാണ് അവിടുത്തെ അതിൻ്റെ യാത്ര ഉറപ്പാക്കുക എന്നൊക്കെ ഗരുഡപുരാണത്തിൽ ഈ പ്രേതപ്രകരണത്തിലും പ്രേതകൽപ്പത്തിലും മറ്റും പറയുന്ന കാര്യങ്ങൾ അത് അസംബന്ധമാണ്. സമ്പൂർണ്ണമായ അസംബന്ധമാണ്. അത് ഒരു കാരണവശാലും നമുക്ക് അവിടെ അതിൻ്റെ ഗതിയെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും? അതായത് പ്രേതത്തിന് നമ്മളോട് ബന്ധമില്ല, നമുക്കെങ്ങനെ പ്രേതത്തോട് ബന്ധം വരും? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ബന്ധം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പം പിതൃകർമ്മത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം നമുക്ക് ഒരു പിതൃവിനോട് ബന്ധം എപ്പോഴും ഉണ്ടാവുക നമ്മൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ളപ്പോഴല്ലേ. സങ്കല്പത്തിൽ, അതായത് എനിക്ക് ബന്ധം. ലോകത്തിൽ എല്ലാവരും പിതൃക്കളാണ് അല്ലേ? മറ്റൊരു കുട്ടിയെ പുലർത്തുന്ന ഒരാൾ എന്നെ സംബന്ധിച്ച് പിതാവാണ് അല്ലേ? എന്താ കാരണം? പിതൃലോകം എന്നാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു ചെറിയ വിഷയമല്ല. മോക്ഷത്തിൽ എത്തിക്കഴിയുമ്പോൾ ഈ മുക്തരായിട്ടുള്ള ആത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ഭോഗമുണ്ടോ? കാരണം ഈ ഭോക്ത എന്ന ഭാവം ആത്മാവിന് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ജീവാത്മാവിനെ സംബന്ധിച്ച് അത് അടിസ്ഥാനപരമായിട്ട് ഭോക്താവാണ്. അപ്പം മുക്തിയിലെത്തുമ്പോൾ അവിടെയും ഒരു ഭോഗമുണ്ടല്ലോ, ഈശ്വരൻ്റെ സുഖഭോഗമുണ്ടല്ലോ. ഈശ്വരനെ ഭുജിക്കുവാൻ വേണ്ടി, ഈശ്വരനോട് ചേർന്ന് സുഖാനുഭവം നേടുവാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഈ സാധാരണ ലൗകിക സുഖങ്ങളൊക്കെ വിട്ടിട്ട് അങ്ങോട്ട് പോകുന്നത്. സുഖത്തെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ സുഖത്തെ താണ്ടുവാനൊന്നുമല്ല, നന്നായിട്ട് സുഖിക്കുവാൻ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് തരം സുഖമാണ് നടക്കുന്നത് എന്ന ചിന്ത വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? സങ്കല്പ ലോകങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. അപ്പോൾ അവിടെ എനിക്ക് മാതൃലോകം കാണണം, അമ്മമാരുടെ ലോകം കാണണം. എൻ്റെ അമ്മയുടെ അല്ല, എൻ്റെ മരിച്ചുപോയ അമ്മയുടെ അല്ല, എനിക്കിനി വരാൻ പോകുന്ന അമ്മയുടെ അല്ല, നിലവിൽ വർത്തമാനമായിട്ടുള്ള മാതൃലോകം കാണണം എന്നൊരു മുക്തന് തോന്നിക്കഴിയുമ്പോൾ ഈശ്വരനോടൊപ്പം അവൻ ബാക്കിയുള്ളതെല്ലാം അവിടെ ഡിലീറ്റ് ആയിപ്പോകും. ഒരു തരം ട്രാൻസിഷന് വിധേയമായിട്ട് ഇത് മാത്രം ഹൈലൈറ്റഡ് ആകും. ഇത് ഋഷികളുടെ അനുഭവവും ബോധ്യവും വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്? മാതൃലോകം മാത്രം വെളിപ്പെടുകയാണ്, ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെടുകയാണ്. അതുപോലെ പിതൃലോകം കാണണം. അതിനർത്ഥം എന്താണ്? പിതൃക്കൾ എല്ലായിടത്തുമുണ്ട്. അച്ഛൻ മകൻ, അമ്മ അച്ഛൻ, ഈ ബന്ധങ്ങൾ എല്ലായിടത്തുമുണ്ട്. ഗന്ധർവലോകം കാണണം. ഇപ്പം ലോകത്ത് നടക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക്കുണ്ട്, അതിൽ തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. സ്കൂൾസ് ഉണ്ട്, ഹിന്ദുസ്ഥാനിയുണ്ട്, തുമ്രിയുണ്ട്, ഖയാലുണ്ട്. ഇതെല്ലാം കേൾക്കണം. എനിക്ക് അതിൽ റാപ്പ് കേൾക്കണം. അപ്പോൾ സംഗീതത്തിൻ്റെ ലോകം എനിക്ക് കേൾക്കണം എന്ന് മുക്തൻ വിചാരിക്കുമ്പോൾ അവൻ അത് മുഴുവനും സങ്കല്പത്തിലൂടെ അവൻ്റെ മുമ്പിലേക്ക് വരികയും അത് അനുഭവിക്കാനാവുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് മുക്തിയിലുള്ളത്. ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന്
സങ്കല്പാത് ജായത, അതായത് അവൻ സങ്കല്പിച്ചാൽ മതി, അത് അവൻ അനുഭവത്തിലാവുകയാണ്, അത് ദൃശ്യമാവുകയാണ്. കാരണം അവിടെ എല്ലാം ഈശ്വരനുണ്ട്. ഈശ്വരൻ എന്ന മാധ്യമത്തിലൂടെ, അസാധാരണ മാധ്യമത്തിലൂടെ ആ ഭോഗം അവൻ എന്ത് ചെയ്യുകയാണ്? അയത്ന സുലഭമായിട്ട് മാറുകയാണ്, അയത്ന സാധ്യമായിട്ട് മാറുകയാണ്. മറ്റേ നമുക്ക് അമേരിക്കയിൽ ഒരു കൺസേർട്ട് കാണണമെങ്കിൽ അവിടെ പോകണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. ഇവിടെ എന്ത് വേണ്ട? സങ്കല്പിച്ചാൽ മതി, അമേരിക്കയിലേക്ക് എൻ്റെ ബോധതലം അവിടേക്ക് മാറുകയാണ്, അവിടേക്ക് എത്തുകയാണ്. കാരണം ഈശ്വരൻ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഏതൊന്നറിഞ്ഞാലാണോ എല്ലാം അറിയാറായിത്തീരുന്നത്. ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ ലോകത്ത് എവിടെ നടക്കുന്ന ഏത് കാര്യവും നമുക്ക് ദൃശ്യമാകുന്നു. അതുകൊണ്ടാണ് യോഗിക്ക് എന്തില്ലാതെ, മാധ്യമങ്ങളില്ലാതെ അറിയാൻ കഴിയുമെന്ന് പറയുന്നത്, അന്യരുടെ ഹൃദയം അറിയാൻ കഴിയുമെന്ന് പറയുന്നത്. കാരണം ഈശ്വരൻ അവിടെ ഉണ്ട്, ഈശ്വരൻ്റെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഈശ്വരനുമായിട്ട് സ്വാതന്ത്ര്യമുള്ള ഒരു യോഗിക്ക് നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും ഇത്തരം കാര്യങ്ങൾ അയാൾക്ക് ദൃശ്യമാവാം. അതിനെല്ലാം പരിധിയുണ്ട്. കാരണം അയാളുടെ ദൃശ്യമാകണമെന്ന് അദ്ദേഹത്തിനൊരു മോഹം തോന്നുന്നത് വിവേകം കൊണ്ട് ഈശ്വരജ്ഞാനവും അവിവേകം കൊണ്ട് അതല്ലാത്ത ജ്ഞാനവും എന്നുള്ള അർത്ഥത്തിൽ എടുക്കുമ്പോൾ ആ മോഹം ഈശ്വരനെ കണ്ടതിന് ശേഷവും ഉണ്ടാവും എന്നതാണ് അതിന്റെ കാര്യം. കാരണം സൃഷ്ടിയിൽ അവ്യാഹത ഗതികളായിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈശ്വരൻ്റെ സൃഷ്ടിയുടെ മർമ്മങ്ങൾ നേരിട്ട് ഈശ്വരനോട് ഒത്തു കാണുക എന്നത് പ്രധാനപ്പെട്ട മുക്തൻ്റെ ഒരു ലാഭമാണ്, മുക്തിയിലെ ഒരു ലാഭമാണത്. അത് തന്നെയാണ് സനോ ബന്ധുർജനിത എന്ന് പറഞ്ഞ ഈശ്വരന് ഈ നമുക്ക് ജന്മം തന്നവൻ, ഇങ്ങനത്തെ ലൗകിക ബന്ധങ്ങൾ ഈശ്വരന് കൽപ്പിച്ചുവല്ലോ. അത് വേദമന്ത്രങ്ങളിലുണ്ട് എന്നതിനർത്ഥം എന്താണ്? ഈശ്വരനും നമ്മളും തമ്മിൽ അത്തരം ബന്ധങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഈ അച്ഛൻ അമ്മ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഈശ്വരൻ അനുവദിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അത് ഈശ്വരനുമായിട്ട് നമുക്കും കൽപ്പിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലോചിക്കുക, സനോ ബന്ധുർജനിത എന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ. അപ്പോൾ എല്ലാ ജന്മസ്ഥാനങ്ങളെയും അറിയാൻ കഴിയുന്ന അവനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൃഷ്ടിയിൽ അവൻ്റെ എന്തൊക്കെ ഏർപ്പാടുകളുണ്ടോ, വ്യവസ്ഥകളുണ്ടോ, അതുകൂടിയാണ് അറിയുന്നത്. അതറിയുവാനുള്ള കൗതുകം ഒരു കാലത്തിലും നമുക്ക് നഷ്ടമാകുന്നില്ല. അല്ലാതെ ബ്രഹ്മാനുഭവം മാത്രമല്ല, ഒരിക്കലും അല്ല. അത് വെറുതെ പറയുന്ന അങ്ങനെയുള്ള ഒരു ഇതെല്ലാം ബ്രഹ്മാനുഭവത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം ഈശ്വരൻ സ്രഷ്ടാവ് എന്നത് ഈശ്വരൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനമാണ്. എനിക്ക് വീണ്ടും ഇവിടേക്ക് വരണ്ടേ, ഞാൻ വീണ്ടും ഇവിടേക്ക് വരുന്നവനാണ്, അവിടെ തന്നെ ഇരിക്കുന്നയാളല്ല. ബ്രഹ്മലോകം മാത്രം സത്യം എന്ന് പറയുന്നൊരു മൗഢ്യം അവിടെയാണ് നമ്മളുടെ ഈ ചിന്തയെ ബാധിക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ബ്രഹ്മലോകം വേറൊരു സംഗതി, അത് മാത്രമേ സത്യമുള്ളൂ, അങ്ങനെയല്ല. ഇത് സമാന്തരമായിട്ട് ഈശ്വരൻ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണല്ലോ. മുക്തൻ ഈശ്വരനിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുക്തനെ മാത്രമാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? മുക്തനെ സേവിക്കുക എന്നുള്ള വ്യവസ്ഥയാണോ മാത്രമാണോ ഈശ്വരൻ ചെയ്യുന്നത്? അല്ല, അദ്ദേഹം ലോകലോകാന്തരങ്ങളുടെ സൃഷ്ടിയുടെ വ്യവസ്ഥയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുക്തൻ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നത്, കണ്ടില്ലെന്നടിക്കാൻ കഴിയുന്നത്? പറ്റുമോ? പറ്റില്ല. അത് കാരണം പരമാർത്ഥ തലത്തിൽ നിന്നുകൊണ്ട് തിരിച്ചു നോക്കുമ്പോൾ ഈശ്വരൻ സൃഷ്ടിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഈശ്വരനെ കാണാനുള്ള ആഗ്രഹത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? നിരന്തരം സൃഷ്ടികർമ്മനിരതനായിട്ടുള്ള ഒരു ചൈതന്യത്തെയാണ്. അപ്പോൾ അവിടെ സൃഷ്ടിയെ ആസ്വദിക്കുക. അതുകൊണ്ടാണ് തൃതീയേ ധാമൻ അധ്യൈരയന്ത, അവിടെ അതിമനോഹരമായിട്ട് അഗാധമായിട്ടുള്ള ആർഷബോധത്തിൽ നിന്നുകൊണ്ടാണ് ദയാനന്ദ സരസ്വതി അവിടെ അതിനർത്ഥം കൽപ്പിക്കുന്നത്. അവർ അവ്യാഹത ഗതികളായിട്ട് ഒരു തടസ്സവുമില്ലാതെ ഈശ്വരൻ്റെ സൃഷ്ടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ സൃഷ്ടിയുടെ മർമ്മത്തെ അറിഞ്ഞുകൊണ്ട്. അവിടെ എന്തുണ്ടാവുന്നില്ല? നമ്മളുടെ കൊണ്ട് ഭോഗരസമല്ല അവർക്ക് കിട്ടുന്നത്, സുഖദുഃഖാനുഭവമല്ല, മറിച്ച് ജ്ഞാനാത്മകമായിട്ടുള്ള അനുഭൂതിയാണ് അവിടെ ഉള്ളത്. ഈശ്വരനെ അറിയുക, നിരന്തരം ഈശ്വരനെ അറിയുക, ആ ഒരവസ്ഥയുണ്ടല്ലോ, അത് സൃഷ്ടിയിലൂടെ സൃഷ്ടിയിലൂടെയും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ സൃഷ്ടിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന കാലത്ത് എത്ര കണ്ട് അതിൻ്റെ ഈശ്വരീയത ഗ്രഹിക്കാൻ കഴിയുന്നു? വളരെ കുറച്ചല്ലേ കഴിയുന്നുള്ളൂ, വളരെ കുറച്ചേ കഴിയുന്നുള്ളൂ. അല്ലേ, വളരെ ചെറിയ ഇന്ദ്രിയാനുഭവത്തിൽ മാത്രമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈശ്വരീയമായിട്ടുള്ള സൃഷ്ടിബോധം. അപ്പോൾ സൃഷ്ടാവിനെ അറിയണമെങ്കിൽ സൃഷ്ടാവിൻ്റെ ആ പ്രധാനപ്പെട്ട കർമ്മമല്ലേ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൃഷ്ടൃ ബന്ധത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മീയതയിലാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാതെ പോയത്. ദയാനന്ദ സരസ്വതി അതാണ് അവിടെ ആ മന്ത്രത്തിൻ്റെ അർത്ഥം പറയുന്നിടത്ത്, യജ്ഞമന്ത്രത്തിൻ്റെ അർത്ഥം പറയുന്നിടത്ത് അത് കൂട്ടിച്ചേർക്കുന്നത്. ശ്രദ്ധിക്കണം. ഇപ്പം ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പറയുന്നിടത്ത്, അതിൻ്റെ തടസ്സ ലക്ഷണം പറയുന്നിടത്ത് ജന്മാദ്യസ്യ യത എന്നാണ് ബ്രഹ്മത്തിൻ്റെ വിശേഷ ലക്ഷണം ഋഷി പറഞ്ഞത്, അല്ലേ? ജന്മാദ്യസ്യ യത, ഈ പറയുന്ന പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ജന്മം തുടങ്ങിയുള്ളവ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് ഏത് നിമിത്ത കാരണത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു, അതിൻ്റെ പേര് ബ്രഹ്മം. അപ്പോൾ ഈശ്വരനെ അറിയണമെങ്കിൽ അതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്താ പറഞ്ഞത്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ലല്ലോ.
ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വിശേഷപ്പെട്ട ഈ പറയുന്ന വ്യവസ്ഥയുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഏത് വിശേഷ സത്തയെ ആശ്രയിച്ചാണോ, ഏതിൻ്റെ കൈങ്കര്യത്തിലാണോ നടക്കുന്നത്, അതിനെയാണ് നീ ബ്രഹ്മമായിട്ട് അറിയേണ്ടതെന്നാണല്ലോ അതിനർത്ഥം. എന്നിട്ട് ഒടുവിൽ എന്ത് പറയുന്നു? ജഗത് വ്യാപാര വർജം. മുക്തന് എത്ര വലിയ ഐശ്വര്യത്തിലേക്ക് പോയാലും ജഗത് വ്യാപാരം അയാൾക്കില്ല. അപ്പം അത്രയും വലിയൊരു കർമ്മമാണ് ജഗത് വ്യാപാരം എന്നർത്ഥം. അപ്പോൾ ഈശ്വരനെ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ, നിരന്തരമായിട്ട് ഈശ്വരാനുഭവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൃഷ്ടിയുടെ ബോധം അവിടെ ഉണ്ടാകുന്നത്. നമുക്കിവിടെ വളരെ പരിമിതമായ ഇന്ദ്രിയബദ്ധമായ ചെറിയ ഊനക്കണ്ണുകൊണ്ടുള്ള കാഴ്ച മാത്രമേ ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ വലിയ ശാസ്ത്രജ്ഞനായാലും എത്രയൊക്കെ വലിയ യോഗീശ്വരനായാലും നമുക്ക് അത്രേ കഴിയുള്ളൂ. അതേസമയം അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ, കാരണം നേരത്തെ പറഞ്ഞല്ലോ ഈ വ്യത്യസ്ത തലങ്ങൾ, പ്രേതാത്മാക്കളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുമോ? നമ്മോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മോടൊപ്പമുള്ള ഈ അസ്തിത്വത്തിൻ്റെ പല അടരുകളിൽ, പല മാനങ്ങളിൽ ഇങ്ങനെ പല പല സൂക്ഷ്മ അവസ്ഥകളിൽ ജീവന്മാരുണ്ട്. അതുപോലെ തന്നെ പരമാണുക്കളുടെ വ്യത്യസ്തങ്ങളായ തലമുണ്ട്. ഇതൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. അണുലോകത്തെ പോലെ നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മൾ വളരെ ചെറിയൊരു കാഴ്ച മാത്രമാണല്ലോ ഇവിടെ നേടിയത്. ഈശ്വരനോട് ചേർന്ന് കഴിയുമ്പോഴാണ് ഇതെല്ലാം തുറന്നു കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രേതലോകത്തെ കാണുക, പ്രേതാത്മാക്കളെ കാണുക, അത് ആർക്ക് സാധിക്കും? യോഗിക്ക് സാധിക്കും. അപ്പോൾ ഈശ്വരനും മുക്തനും മാത്രമേ ഈ പറയുന്ന പ്രേത ദർശനം ഉണ്ടാവുകയുള്ളൂ. യോഗിക്കും ഉണ്ടാവാം. കാരണം അതിന് ചില വിശേഷ സാക്ഷ്യങ്ങൾ പലയിടത്തും മഹാത്മാക്കൾ നൽകി കാണുന്നുണ്ട്. പിന്നെ ആ പ്രേതങ്ങളോട് സംസാരിച്ചിട്ട് വഴിമാറിപ്പോകാൻ പറയുന്ന ഒക്കെയുണ്ട്. കാരണം അവർക്കത് നേരിട്ട് കാണാൻ കഴിയും. ഏത് കർമ്മകാണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് സ്ഥൂല ശരീരം കൂടിയുണ്ട്, അവർക്ക് സ്ഥൂല ശരീരമില്ല. സൂക്ഷ്മ ശരീരം തൊട്ട് പുറകോട്ടുള്ളതെല്ലാം ഉണ്ട്. പ്രകൃതി ലയൻ തുടങ്ങിയുള്ള വിശേഷപ്പെട്ട യോഗത്തിൽ പറയുന്ന ആളുണ്ടല്ലോ, യോഗദർശനത്തിൽ പറയുന്നത്, അവർക്ക് കാരണ ശരീരമേ ഉള്ളൂ. അവർക്ക് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഇല്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് വിദേഹമുക്തിയിലേക്ക് പോകുമ്പോഴോ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും നഷ്ടപ്പെട്ടു, കേവലാത്മാക്കളായിട്ട് മാറി. കേവലാത്മാക്കളായിട്ടിരിക്കുന്നിടത്തൊരു പ്രത്യേകതയുള്ളത്, അവർക്ക് പിന്നെ എങ്ങനെയാണ് ഭോഗം സാധിക്കുന്നത്? സമാധി ശരീരമുണ്ട്. കാരണം സാധന ചെയ്ത് സമ്പാദിച്ചത് ആ ശരീരം ഈശ്വരനെ അറിയുവാനും ഈശ്വരനോടൊപ്പം സഞ്ചരിക്കുവാനുമുള്ള പിന്നെ സാധനമായിട്ടിരിക്കും അവിടെ. ശരീരമില്ലാതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ശരീരം ബാദരിരാഹ തുടങ്ങിയുള്ള സൂത്രങ്ങളിലൂടെ ഈ വിഷയം ഋഷികൾ അന്ന് ചർച്ച ചെയ്ത് ഉറപ്പിച്ചതാണ് നമ്മളിൽ. കാരണം വലിയ വലിയ ഋഷികൾ, അതായത് പൂർവ്വ ഋഷികൾ, ബാദരായണൻ തന്നെ പൂർവീയരെയാണ് ഉദ്ധരിക്കുന്നത്. കാരണം നമ്മളുടെ ഒരു സാധാരണ അതിപ്രശ്നങ്ങളെന്ന് പറയും. യാജ്ഞവൽക്കൻ പോലും അതിനെ അതിപ്രശ്നമായിട്ടാണ് കണ്ടത്. അതായത് നമുക്ക് അതിനകത്ത് കൈങ്കര്യമില്ല. പൂർവീയർ എന്തറിവ് നൽകുകയോ അതിനെ മാനകമാക്കുക, അതിനെ പിന്നെ അനുസരിക്കുക, മുന്നോട്ട് പോവുക, സ്വന്തം അനുഭവത്തിലേക്ക് എത്തിച്ചേരുക, അത് നമുക്ക് നടക്കുകയുള്ളൂ. അവിടെ ഒരു ക്രിറ്റിക്കും ഒരു സംഗതി നടക്കത്തില്ല. അപ്പോൾ അവിടെ ബാദരി പറയുന്നു ശരീരമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന രണ്ട് പക്ഷം വന്നു. അപ്പോൾ അവിടെ ബാദരായണന് എന്ത് തീരുമാനിക്കുന്നു വെച്ചാൽ, ശരീരമില്ല. എന്തുകൊണ്ട്? ഇന്ന് കാണുന്ന ജഗത് നിർമ്മിതമായ ശരീരമല്ലാതെ. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം ഒക്കെ എന്താണ്? പ്രകൃതി നിർമ്മിതമാണ്. പ്രകൃതി നിർമ്മിതമായൊരു ശരീരം കൊണ്ട് ഈശ്വരനോടൊപ്പം സഞ്ചരിക്കാനാവില്ല. അതേസമയം പുതിയൊരു ശരീരമുണ്ട്. അതാണ് ബാദരി പറയുന്നത്. എന്ത്? സാധനാമയമായ സാധനയിലൂടെ സമാധി ശരീരം. ഈ സമാധി ശരീരമില്ലെങ്കിൽ ജീവാത്മാവിന് ഈശ്വരനെ അറിയാനാവില്ല, ഈശ്വരനോട് ബന്ധപ്പെടാനാവില്ല, ഈശ്വരൻ്റെ സൃഷ്ടിയിലൂടെ സഞ്ചരിക്കാനാവില്ല. അപ്പോൾ സമാധി ശരീരം എന്ന് പറയുന്ന വിശിഷ്ടമായൊരു ശരീരത്തിൻ്റെ രചനയാണ് നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ കിട്ടിയ ഈ ഊനശരീരം, ഊനക്കണ്ണെന്ന് പറയുന്ന സംഗതി, അതിൻ്റെ കുഴപ്പങ്ങളെ താണ്ടിയിട്ട് കുറച്ചുകൂടി മികച്ച ഒരു ശരീരത്തിൻ്റെ നിർമ്മിതിയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള പച്ച സത്യം അറിയാതെയാണ് സാധകർ പ്രവർത്തിക്കുന്നത്. കാരണം ഇവർക്കെല്ലാം ബ്രഹ്മമാണെന്നുള്ള ബോധമാണുള്ളത്. അതൊരിക്കലും പിന്നെ ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാക്കളുടെ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കും. യാനത്തിലാണ് അവരെപ്പോഴും. ആ യാനത്തിൽ പിന്നെ സ്ഥൂല ശരീരം നഷ്ടപ്പെട്ട ആളുകൾ മാത്രമാണ് പിതൃക്കൾ. അവർക്ക് നമ്മളോട് ബന്ധപ്പെടണമെങ്കിൽ വീണ്ടും സ്ഥൂല ശരീരം ഉണ്ടാവണം. സ്ഥൂല ശരീരത്തിൻ്റെ മാധ്യമമില്ലാതെ ഒരു വ്യവഹാരവും, ഈ സാധാരണ ലോകത്തിൻ്റെ സുഖദുഃഖ വ്യവഹാരം ഒന്നുമേ നടക്കില്ല. അപ്പോൾ പിന്നെ അതിനുവേണ്ടി എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? അപ്പോൾ പിതൃ വേറെ, പ്രേതം വേറെ. പിന്നെ പ്രേതത്തെ പിതൃവായിട്ട് കണ്ടു, അതല്ല. അത് രണ്ടും രണ്ട് കാര്യമാണ്. അപ്പോൾ പിതൃകർമ്മത്തിൽ പ്രേതകർമ്മമില്ല. നിത്യവും ചെയ്യേണ്ടതാണ് പിതൃകർമ്മം. നിത്യവും പ്രേതകർമ്മം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ പ്രേതബന്ധം പിന്നെ കൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾ പിന്നെ മോശമായി പോകും. നമ്മളെന്തായി പറഞ്ഞത്? സമ്പ്രദായത്തിൻ്റെ ഈ കാലുഷ്യം, കലികാല കാലുഷ്യം ബാധിച്ച സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ഇത് ഇക്വേറ്റ് ചെയ്യപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ മനുഷ്യൻ്റെ ആശങ്കയുണ്ടല്ലോ, അയ്യോ എനിക്ക് അച്ഛനോടോ അമ്മയോടോ വേണ്ട വിധത്തിൽ പെരുമാറാൻ പറ്റിയില്ല അവർ ജീവിച്ചിരുന്ന സമയത്ത്. അപ്പോൾ ഉടനെ പരിഹാരം വേണം. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു? നിത്യവും ചെയ്യേണ്ട കർമ്മം ചെയ്യാതെ ആണ്ടിനും സംക്രാന്തിക്കും വാവിനും മാത്രം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പിതൃകർമ്മം മാറി. പിതൃകർമ്മം എന്തായിട്ട് മാറി? പ്രേതകർമ്മമായിട്ട് മാറി. പ്രേതകർമ്മം എന്ന് പറഞ്ഞൊരു കർമ്മമില്ല. കാരണം അത് അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പം പിതൃകർമ്മവും പ്രേതകർമ്മവും കൂടെ നമ്മൾ അറിയാത്ത ഒരു സമ്പ്രദായ തലത്തിൽ ഇക്വേറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് രണ്ടായിട്ട് കാണണം. പിതൃ വേറെ, പ്രേതം വേറെ. പ്രേതവും തമ്മിൽ ബന്ധമില്ല. അവിടെ പിന്നെ പിതാമഹാദി ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇവരെയെല്ലാം ഓർക്കണമെന്ന് തന്നെയാണ്. മാത്രമല്ല അവർക്ക് വേണ്ടി നമ്മൾ അന്നം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് നന്മയൊന്നും ഉണ്ടാകാനല്ല. നമുക്ക് അവിടെ ആ കർമ്മവും നിത്യവും ചെയ്തു പോകുമ്പോൾ എന്താ ഇതര ജീവജാലങ്ങളുള്ള ബന്ധം, ഇതര ജീവനോടുള്ള ബന്ധം, അവരുടെ ഓർമ്മ നിലനിർത്തുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ഗതിവേഗം, ഇതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നിത്യകർമ്മമായിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിത്യകർമ്മം എല്ലാം നിത്യത്തോട് ബന്ധപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ദേവയജ്ഞം ഉൾപ്പെടെയുള്ള കർമ്മം വെച്ചിരിക്കുന്നത് നമുക്ക് നിത്യതയോട് ബന്ധപ്പെടാനുള്ള വഴി എന്ന നിലയിലാണ്. അപ്പോൾ അവിടെ ഈ ഇപ്പോൾ മരിച്ചുപോയ ജീവാത്മാവിന് ഗതി നൽകുക എന്നൊരു ചിന്ത വേദത്തിലില്ല. കാരണം അതിന്റെ ഗതി നിശ്ചയിക്കുന്നത് ഈശ്വരനും കർമ്മഫലങ്ങളും മാത്രമല്ല. തീർച്ചയായിട്ടും അതൊരു സ്വതന്ത്ര ലോകത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ യാതൊരു കൈങ്കര്യവുമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. അവിടെ നമ്മുടെ സങ്കല്പം കൊണ്ട് അവിടെ യാതൊരു ബാധ്യത നമുക്കൊന്നും ഉണ്ടാവില്ല. ഇവിടെ പഞ്ചമഹായജ്ഞങ്ങളിൽ ഭൂതയജ്ഞം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ജന്തുക്കൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഡെയിലി കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവിടുത്തെ വ്യത്യാസം ഭൂതയജ്ഞവും പിതൃയജ്ഞവും തമ്മിലുള്ള വ്യത്യാസം, പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരുൾപ്പെടുന്ന പരമ്പരയിൽ ഇപ്പം നമുക്ക് 3 ഋണമുണ്ടെന്ന് പറയത്തില്ലയോ? അതിൽ ഭൂതങ്ങളോട് നമുക്ക് ഋണം പറയുന്നില്ലല്ലോ. 5 യജ്ഞം പറയുന്നിടത്ത് 3 ഋണം വീട്ടാനുള്ളതാണ്. ഏതാ? ദേവഋണം, ഋഷിഋണം, പിതൃഋണം. ഓക്കെ. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. 3 ഋണങ്ങളേ ഉള്ളൂ, 5 കർമ്മങ്ങളുണ്ട്, 5 നിത്യകർമ്മങ്ങളുണ്ട്. അപ്പം ആ ഋണകർമ്മത്തിൽ വരുന്നതാണ് പിതൃവുമായിട്ടുള്ള ബന്ധം. അതിനെ വേറൊരു വിധാനത്തിൽ കാണണം. അതുകൊണ്ടാണ് അവിടെ നമശബ്ദം ഉപയോഗിക്കുന്നത്. ആ രണ്ടിടത്തും ദേവപിതൃ ശബ്ദങ്ങൾ, ദേവപിതൃകർമ്മങ്ങളിൽ നമശബ്ദം ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നില്ല. ആചാര്യജി, എനിക്കൊരു സംശയമുണ്ട്. നമ്മളിപ്പോ ജീവാത്മാക്കൾ ഇവിടെ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇപ്പോ ജലത്തിലാണ് മരിക്കുന്ന സമയത്ത് അവിടെ കാണുമെന്നൊക്കെ ആ തരത്തിൽ ആചാര്യം പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ആത്മാവ് ആദിത്യ കിരണങ്ങൾ ആത്മാവിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന തരത്തിലാണ് ഞാൻ വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അത് സൂര്യരശ്മികളാണ് കൊണ്ടുപോകുന്നതെന്നും അതിന് അപ്സരസ് എന്ന പേരുണ്ടെന്നും അത് മുകളിലേക്കാണ് പോകുന്നതെന്നും പറയുന്നുണ്ട്. അതിന് കോട്ട് ചെയ്യുന്നത് വേദാന്ത ദർശനമാണ്. രശ്മി അനുസാരി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. വേദാന്ത ദർശനം 4:2-18-19. അവിടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. രാത്രി മരിച്ചാൽ കൂടിയും രശ്മികൾ ഇവിടെ ഉണ്ടെന്നും സൂര്യരശ്മികൾ ഇവിടെ ഉണ്ടെന്നും അത് മുകളിലേക്കാണ് ജീവാത്മാവിനെ കൊണ്ടുപോകുന്നതെന്നും പറയുന്നു. അവരിവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതിന്റെ കൂടെ തന്നെ യജുർവേദത്തിലെ സവിതാ പ്രഥമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രം കൂടെ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഉണ്ടെന്ന് പറയുകയും ആചാര്യം പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉണ്ടെന്ന്, പക്ഷെ ആദിത്യ കിരണങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ വ്യത്യാസം ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത് വന്ന അനുസരിച്ച് ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുമ്പോൾ ഒരേ വിധാനത്തിലാണ് സംഭവിക്കുന്നത്. അവിടെ ഒരു മുകളിലേക്കുള്ള ഉയർച്ചയോ താഴേക്കുള്ള പതനമോ ഒക്കെ ചെറുതല്ലേ, ഒരു പ്രത്യേക ഒരു സമതലത്തിലാണ് സംഭവിക്കുന്നത്. അവിടെയുള്ള ഉയർച്ച താഴ്ചകളേ ഉള്ളൂ. അപ്പം അവിടെ നടക്കുന്ന ആ കർമ്മമല്ല ഇപ്പം സൂചിപ്പിച്ച ഭാഗത്തുള്ളത്. അർച്ചിരാതി മാർഗത്തിലൂടെയുള്ള ദേവയാനത്തിൻ്റെ രണ്ട് യാനങ്ങളുണ്ടല്ലോ, ഉത്തരായണം ദക്ഷിണായനം. അതിൽ ചന്ദ്രാദി ലോകപ്രാപ്തിയിലൂടെ ഉള്ളത് ദക്ഷിണായനം. അവിടെ എന്ത് ചെയ്യുന്നു? കുറേ കാലം ഈ പറയുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയുള്ള ഒരു കയറ്റം അവർക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, ജായസ്വം മ്രിയസ്വ എന്ന് പറയുന്നതൂടെ ഗണിക്കണം. പെട്ടെന്ന് ശരീരം കിട്ടി, നീ ജനിച്ചോളൂ മരിച്ചോളൂ എന്ന് പറഞ്ഞ് ശപിച്ചു വിടുന്നൊരു കാര്യമുണ്ട്. അതുപോലെയല്ല കർമ്മകാണ്ഡാദികളിലൂടെ അതൊക്കെ അനുശീലിച്ചു പോയ ആത്മാക്കൾക്കുള്ളത്. അപ്പോൾ 2 മാർഗമുണ്ടല്ലോ, പിതൃയാനം ദേവയാനം. പിതൃയാനികളെ സംബന്ധിച്ച് ചന്ദ്രലോകത്തിലൂടെയാണ് അല്ലെങ്കിൽ ചന്ദ്രലക്ഷ്മികളിലൂടെയാണ് സഞ്ചാരം എന്ന് പറയും. അർച്ചുരാതി മാർഗം എന്നാണ് അതിന് പറയുന്നത്. പ്രകാശമാണ് അവിടെ നയിക്കുന്നത്. വെളിച്ചമേ നയിച്ചാലും എന്നൊക്കെയുള്ള നമ്മളുടെ ഇവിടുത്തെ പ്രാർത്ഥന അവിടെയും സാർത്ഥകമാണ്. കാരണം ആത്മാവിനെ സംബന്ധിച്ച് അതിന് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിഷ്ക്രിയനാണ്. ആത്മാവിന് സ്വന്തമായിട്ട് ക്രിയാശേഷിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉദാനവായുവാണ്. അതായത് സൂക്ഷ്മ ശരീരത്തിൽ ഉദാനവായുവുണ്ട്. നമ്മളുടെ ശരീരം വിട്ടാലും പ്രാണശരീരം എവിടെയുണ്ട്? സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിലെ ഉദാനൻ്റെ ശക്തി അനുസരിച്ചാണ് ഈ മുകളിലോട്ടും താഴോട്ടുമുള്ള യാത്ര എന്ന് പറയുന്നത്.
നമുക്ക് ഇവിടെയും അവിടുത്തെ പ്രത്യേകത ഈ ശരീരം എടുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്തോ ഒരു ഭയങ്കര വ്യത്യാസമാണ് അടുത്ത സ്ഥലത്തുള്ളതെന്നുള്ളത് നമ്മളുടെ അജ്ഞതയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഹ്മലോകത്തെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ശരീരമുള്ളൊരു വ്യവസ്ഥ വളരെ മോശം, അത് മായ. അതിനപ്പുറത്തേക്ക് വേറൊരു വലിയ അവസ്ഥയാണ്. അങ്ങനെയല്ല, നിതാന്തമായ വ്യത്യാസവും അവിടെ ഇല്ല. വ്യവസ്ഥകൾക്ക് സമാനതയുണ്ട്, കാരണം വ്യവസ്ഥാപകൻ ഒന്നായതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ശരീരത്തിൽ നമ്മളെ ബദ്ധരാക്കിയിട്ടിരിക്കുന്ന ആ പരിമിതികളുണ്ടല്ലോ, അത് നമ്മളുടെ ശരീരാന്തര സഞ്ചാരത്തിൽ ഉണ്ടെന്നാണ്. സമാധി ശരീരം വരെ നമുക്ക് ആവശ്യമാണ് ഈശ്വരനോട് സംബന്ധം ചെയ്യുവാനെന്നുള്ളത് പ്രധാനപ്പെട്ട വിവേകമാണ്. ശരീരവ്യവസ്ഥയില്ലാതെ ജീവാത്മാവിന് ഒരു തരത്തിലുള്ള അനുഭവം ഉണ്ടാവില്ല എന്നതല്ല ചുരുക്കം. അപ്പം സ്ഥൂല ശരീരം നമുക്ക് വേണം, സൂക്ഷ്മ ശരീരം വേണം, കാരണ ശരീരം വേണം, അതുപോലെ സമാധിജമായ ശരീരവും വേണം. അപ്പോൾ ശരീരം നിർബന്ധമായിരിക്കെ ശരീര നിരപേക്ഷമായൊരു സ്വാതന്ത്ര്യം നമുക്കില്ല, അത് വ്യക്തമാണ്. അതിൽ കൃത്യമായിട്ട് മനസ്സുറയ്ക്കണം, ബുദ്ധി ഉറയ്ക്കണം. അപ്പോൾ ബ്രഹ്മലോകം എന്ന് പറയുന്ന ഒരു കപട കാഴ്ചയാണ് നമ്മളുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. അത് തെറ്റാണ്. ഇതം ബ്രഹ്മലോകം മഹീയത എന്നാണ് അഥർവവേദം പറയുന്നത്. അവിടെ അതനുസരിച്ചാണ് നേരത്തെ പറഞ്ഞ സുജിത്ത് പറഞ്ഞ വ്യവഹാരങ്ങളൊക്കെയും വേദാന്താദി ശാസ്ത്രങ്ങളിലുള്ളത്. അപ്പോൾ അർച്ചിരാദി മാർഗേണയുള്ള സഞ്ചാരം എന്ന് പറയുമ്പോൾ ഒരു മാധ്യമം വേണമെന്നർത്ഥം. ഇവിടെയും നമുക്ക് നടക്കണമെങ്കിൽ വെളിച്ചം വേണം, അവിടെയും വെളിച്ചം വേണം. ആ വെളിച്ചത്തിലൂടെ നടക്കുന്നത് നമ്മുടെ സാധാരണ ശരീരത്തിൻ്റെ കൈകാലുകൾ വെച്ചുകൊണ്ടുള്ള സഞ്ചാരമല്ല. അപ്പോൾ ഉദാന വായുവിൻ്റെ ബലത്തിലാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ സഞ്ചാരം പോകുന്നത്. ആ ഉദാനെ ബലപ്പെടുത്തുന്നത് എന്താണ്? കർമ്മത്തിൻ്റെ പുണ്യ പാപ ബലാബലമാണ്. പുണ്യം കൂടിയ ആത്മാക്കൾ ദേവയാനത്തിലൂടെ സഞ്ചരിക്കുന്നു. ആ പുണ്യം ജ്ഞാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുക്തരാകുന്നു. പാപബാധ നേരത്തെ പറഞ്ഞല്ലോ, പിതൃക്കൾ എന്ന് പറയുന്നിടത്ത് അല്പം പാപബാധയുണ്ട്. എത്ര നല്ല പിതൃയാണെങ്കിലും പാപബാധ പൂർണ്ണമായിട്ടും പാപത്തിൽ നിന്ന് മോചിച്ചയാളല്ല. അതനുസരിച്ച് അല്പം അവരമായിട്ടുള്ള പ്രകാശ ലോകമാണുള്ളത്. അപ്പോൾ ചന്ദ്രലോകത്തിലും പ്രകാശമുണ്ട്, സൂര്യലോകത്തിലും പ്രകാശമുണ്ട്, ബ്രഹ്മലോകത്തിൽ അതായത് ഈശ്വരൻ്റെ സമയത്തിൽ ജ്ഞാനപ്രകാശമുണ്ട്. അപ്പോൾ ജ്ഞാനപ്രകാശത്തിലേക്ക് എത്തണമെങ്കിൽ അവിടെയല്ലേ മുക്തിയുള്ളൂ, ജ്ഞാനാൻമുക്തി. അപ്പോൾ അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പുണ്യപാപങ്ങളെ താണ്ടണം. അപ്പം പാപം കൂടിയ മുറയ്ക്ക്, പാപം അല്പമുള്ളത് അത് പിതൃമാർഗം, പുണ്യമേറിയത് ദേവയാനം, അതിൻ്റെ പരിഭാഗത്തിൽ മുക്തിയിലേക്ക് പോകുന്നു. രണ്ട് വഴികളേ ഉള്ളൂ. അപ്പോൾ ദേവയാനത്തിലൂടെ തന്നെയാണ് മുക്തിയിലേക്ക് പോകുന്നത്. തിരിച്ച് പിതൃയാനത്തിലൂടെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് വരുന്നത്. ആ വ്യവസ്ഥ മറന്നു പോകരുത്. അപ്പോൾ അവിടെ അർച്ചുരാദി മാർഗത്തിൽ സംഭവിക്കുന്ന എന്താണ്? ജീവാത്മാവിൻ്റെ ബ്രഹ്മലോകത്തിലേക്കുള്ള യാത്രയുടെ പഥത്തിൻ്റെ വിവരണമാണ്. അവിടുത്തെ വെളിച്ചത്തിൻ്റെ ഗതിഭേദമാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അടുത്ത ശരീരം നേടുന്നതാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് വന്നതുകൊണ്ടല്ലോ, തൃണജലായുഗത്തിൻ്റെ എന്ന് വെച്ചാൽ അടുത്ത ശരീരം നേടുന്ന കാര്യമാണ്. ആ അടുത്ത ശരീരം നേടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരാണ്? മുക്തിയിലേക്ക് പോകുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ച് ആ ശരീരം അല്ലല്ലോ നേടുന്നത്. സമാധിജമായ ശരീരത്തിൻ്റെ ഗതിവേഗം പറയുന്നിടത്ത് അത് വേറെ കാര്യം. പിന്നെയോ തിരിച്ചു വരേണ്ടി വരും. ഇപ്പം നമുക്ക് അവിടെ ചന്ദ്രലോകത്തിലേക്ക് എനിക്ക് പോകണം, അവിടെ കുറച്ചു കാലം നിലനിൽക്കണം. കാരണം ഈ ലോകബോധം ഉണ്ടായി കഴിയുമ്പോൾ പലർക്കും പലതാണ് ചിന്ത. നേരിട്ട് ആത്മാവ് മുക്തിയിലേക്ക് പോകണം, ഈശ്വരനോട് കൂടി ചേരണം എന്ന് നിർബന്ധമില്ലാത്ത പലരുമുണ്ട്. ഈ പ്രകൃതിയിലെത്തുമൊക്കെ അതാണ്. വിദേഹ പ്രകൃതിലയാനാം എന്ന് പറയുന്ന സൂത്രമുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബൗദ്ധരെ സംബന്ധിച്ച് ബൗദ്ധമാർഗത്തിൽ ബോധിസത്വന്മാരുണ്ട്. ബോധിസത്വന്മാർ മുക്തിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവർ പറയും എനിക്ക് ഇന്ന ഇതിലേക്ക് പോകണം. കാരണം എന്താണ്? വീണ്ടും വീണ്ടും ജീവസേവ ചെയ്യണം എന്നതാണ് അവരുടെ താല്പര്യം. ശരീരം വിട്ടുപോകണമെന്നല്ല, വീണ്ടും ഉത്തമമായ ശരീരം, വീണ്ടും കർമ്മകാണ്ഡത്തിലേക്ക് പോവുക. അപ്പോൾ കർമ്മ നിരൂപഗമന മാർഗമുണ്ട്. ഇനി വീണ്ടും എനിക്ക് ഈ കർമ്മലോകത്തിലേക്ക് വരണ്ട, അതുകൊണ്ട് ശരീരം വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്കതനുസരിച്ചുള്ള ഇന്നത്തെ ശരീരത്തിൻ്റെ ബാധ്യതകളില്ലാത്ത ഒരു ലോകത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും. വീണ്ടും ശരീരം കിട്ടണമെന്നത് അവരുടെ താല്പര്യം അനുസരിച്ച്. അങ്ങനെയാണ് മറ്റേ ജീമൂതവാഹാഭിത ബോധിസത്വം എന്നൊക്കെ കേരളത്തിലൊക്കെ പറയുന്ന കുഞ്ഞിക്കണ്ണൻ തമ്പുരാനൊക്കെ പറയുന്ന ഐതിഹ്യമുണ്ടല്ലോ. സഹ്യനിൽ ജീവിച്ചിരുന്ന ഒരു ബോധിസത്വൻ്റെ കഥ. അപ്പോൾ ബോധിസത്വ അവതാന കൽപ്പലത ഒരു വളരെ ദീർഘമായിട്ടുള്ള ബൗദ്ധ സാഹിത്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അവരുടെ അവതാനങ്ങൾ പറയണം. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാരണം ബ്രഹ്മലോകമാണല്ലോ അത്. ബ്രഹ്മസാക്ഷാത്കാരം പലതരത്തിലാണ് നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ എനിക്കുണ്ട് ബ്രഹ്മസാക്ഷാത്കാരം, അത് അവിടെ എത്തിയ മുക്തൻ്റെ സാക്ഷാത്കാരമല്ല. എനിക്ക് ഈശ്വരനുണ്ടെന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്, ഈശ്വരനായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അതിൻ്റെ ആഴവും മറ്റും മുക്തൻ്റെ നിലയിലല്ല. അപ്പോൾ ഇങ്ങനെ ഇതനുസരിച്ചപ്പോൾ അത്യാവശ്യം ബ്രഹ്മബോധം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമുക്ക് കുറച്ചുകൂടെ സ്വാധീനമാവുകയാണ്. എനിക്കിവിടെ തന്നെ തുടരാനാണ് ആഗ്രഹമെങ്കിൽ അതനുസരിച്ച് കുറച്ച് കസ്റ്റമൈസ് ചെയ്യാം. സ്വച്ഛന്ത മൃത്യു ഭീഷ്മർ നേടുന്ന അതറിയാമല്ലോ. ഭീഷ്മരെ പോലെയുള്ളവർ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ആയുസ് പരിമിതമാണ് അല്ലെങ്കിൽ നിശ്ചിതമാണ് എന്നതിനെതിരെയാണ് സ്വച്ഛന്ത മൃത്യു എന്നൊരു സങ്കല്പം വരുന്നത്. താൻ ആഗ്രഹിക്കുന്ന സമയത്തെ മരിക്കേണ്ടതുള്ളൂ എന്ന വരം അദ്ദേഹം നേടിയെന്ന് പറയുമ്പോൾ എന്താണ്? കർമ്മം ചെയ്ത് നേടിയതാണ്.
അപ്പോൾ നൽകിയിരിക്കുന്ന കാലമുണ്ട്, അനുവദിച്ച കാലമുണ്ട്. അതിനെ എന്ത് ചെയ്തു? ഇരട്ടിയാക്കി എടുത്തു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇന്നത്തെ ദിവസം 1000 രൂപയുടെ ജോലി ചെയ്തു. അപ്പോൾ എനിക്കത് 500 രൂപയുടെ തേങ്ങയായിട്ട് കിട്ടണം. തേങ്ങ തുടങ്ങിയുള്ള തോട്ടങ്ങളുടെ പാലകനായിട്ടുള്ളൊരു ആളുടെ അടുത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് 500 രൂപ നോട്ടായിട്ട് തന്നു, അദ്ദേഹം 500 രൂപ തേങ്ങയായിട്ട് തന്നു. 1000 രൂപ എന്നുള്ള കണക്ക് ശരിയായാൽ മതി. എന്നതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് അത്രത്തുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ. പക്ഷേ അയാൾക്ക് നൽകാൻ കഴിയണം. ഞാൻ ഈ തെങ്ങിൻ തോട്ടം ഇല്ലാത്തൊരാളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് അത് തരാൻ കഴിയില്ല. അതുപോലെയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷമാണ്, അദ്ദേഹത്തിന് എന്ത് നൽകാൻ കഴിയും? അപ്പോൾ അവിടെ നമുക്ക് യോഗ്യതയുണ്ട് എങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന അദ്ദേഹം നൽകും. ഇത് വേണ്ട, അത് മതി, അത് മതി എന്ന് ചോദിക്കാനും അത് നേടുവാനുമുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ നമ്മളുടെ ആ കർമ്മകാണ്ഡം ഭദ്രമായിരിക്കണം എന്നർത്ഥം. അപ്പോൾ വലിയ തോതിൽ തപസ് ചെയ്തു പോയ ആളുകൾക്ക് അത്തരമൊരു കസ്റ്റമൈസേഷൻ ഈശ്വരനോട് സാധിക്കും. അതനുസരിച്ച് ഈശ്വരനെ നൽകുകയും ചെയ്യും. ഓക്കെ. അപ്പം അർച്ചിരാദി മാർഗത്തിലൂടെയുള്ള യാത്ര നേരത്തെ പറഞ്ഞതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. തൃണജലായുഗം എന്ന് പറയുന്നിടത്ത് അധിക നേരം അവിടെ, കാരണം അവിടെ കാലം പ്രശ്നമല്ല. എത്ര കാലവും നമുക്ക് അളക്കാനേ ആവില്ല. മനുഷ്യരുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥയിലല്ലല്ലോ ശരീരം വിട്ട ആത്മാവ്. അപ്പോൾ സൂക്ഷ്മ ശരീരം വീണ്ടും തിരിച്ചു വരുന്നു. സൂചിച്ചത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സൂക്ഷ്മ ശരീരം തിരിച്ചും സ്ഥൂല ശരീര വ്യവസ്ഥയിലേക്ക് വരുന്ന കാര്യമാണ് തൃണജലായുഗത്തിൻ്റെ ഉദാഹരണത്തിൽ വരുന്നത്. അർച്ചിരാദി മാർഗമെന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരത്തിലേക്ക് വരാതെ ഉപരി യാത്രയെ സംബന്ധിച്ചുള്ള എത്ര കാലം സൂക്ഷ്മ ശരീരത്തിൽ നിലനിൽക്കാൻ കഴിയും. സൂക്ഷ്മ ശരീരത്തിൽ നിന്നും കാരണാദികളിലൂടെ വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് പെട്ടെന്ന് വരേണ്ടതില്ലാത്ത ബ്രഹ്മലോക പ്രാപ്തിയിലേക്കുള്ള അതിൻ്റെ ഉയർച്ച, അത്തരം കാര്യങ്ങളാണുള്ളത്. അപ്പോൾ സമതലത്തിൽ നടക്കുന്ന കാര്യമാണ് തൃണജലായുഗത്തിലുള്ളത്. അർച്ചിരാദി മാർഗം എന്ന് പറയുന്നത് ഉയർന്ന ഉപരിലോകങ്ങളുടെ സഞ്ചാരമാണ്. ഇതെല്ലാം ഈശ്വരീയമായിട്ടുള്ള ഭോഗവ്യവസ്ഥയാണ്. ശരീരത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റുന്ന, തൊട്ടറിയാൻ പറ്റുന്ന പാഞ്ചഭൗതികമായിട്ടുള്ള ഇന്ദ്രിയബദ്ധമായിട്ടുള്ളൊരു ശരീരവ്യവസ്ഥ, ആ ശരീരവ്യവസ്ഥ മാത്രമല്ല ഭോഗത്തിനുള്ളത്. സുജിത്തിന്റെ സംശയം അത് പരിഹരിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. എന്തൊക്കെ പറഞ്ഞോന്നറിയില്ല, ഞാൻ യാത്രയിലായിപ്പോയി, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റില്ല. ഈ പറഞ്ഞതിൽ ഒന്ന് രണ്ട് പറഞ്ഞിട്ടുണ്ടാവുമെന്നറിയില്ല. ഒന്ന് രണ്ട് ചെറിയൊരു കൂട്ടിച്ചേർക്കൽ അറിവിന് വേണ്ടി മാത്രമാണ്, ചർച്ചയ്ക്കല്ല. ഒന്നാമത്, പിതൃക്കളെ ദിനംപ്രതി ഓർക്കുന്ന ഒരു സമ്പ്രദായം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ന് പറയുന്നത് വെച്ചാൽ, ഒന്ന് രാവിലെ കുളിച്ചു കഴിയുമ്പോൾ തന്നെ ആദ്യം സന്ധ്യാവദനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിതൃതർപ്പണം, ഋഷിതർപ്പണവും ദേവതർപ്പണവും കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ മധ്യാഹ്നം ചെയ്തതിനു ശേഷം ബ്രഹ്മയജ്ഞം ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിതൃതർപ്പണം, ഋഷിതർപ്പണവും ദേവതർപ്പണവും നടത്തുന്നത്. ആ ഋഷിതർപ്പണത്തിൽ എല്ലാ ഋഷികളും, അതായത് യജുർവേദത്തിലുള്ള എല്ലാ ഋഷികളെയും ഉള്ള തർപ്പണമാണ് ചെയ്യുന്നത്. പിതൃക്കളെ 3 തലമുറയ്ക്കുള്ള തർപ്പണമാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ ഡെയിലി പിതൃക്കളെ ഓർമ്മിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്, അതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. പഞ്ചമഹായജ്ഞങ്ങളിൽ പിതൃയജ്ഞം എന്ന് പറയുന്നത് അതാണ്, നിത്യകർമ്മമാണത്. അതെ, അല്ല, പിന്നെ എല്ലാ അമാവാസകളിലും തർപ്പണങ്ങളുണ്ട്, ബലിതർപ്പണം. അതായത് എള്ളും ജലവും കൂടി ഇത് ചെയ്യുന്ന തർപ്പണമുണ്ട്. അത് പിതൃക്കൾക്ക് മാത്രമാണ്. ആ തർപ്പണത്തിൽ പറയുന്നത്, അത് അച്ഛന്റെ തലമുറ, അച്ഛനും അമ്മയും അവർക്ക് പറയുന്നത് വസുരൂപത്തിൽ ഇരിക്കുന്ന അവർക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്നതാണ്. അതിൻ്റെ അടുത്ത മുകളിലുള്ളത് പിതാമഹനും പിതാമഹിയുമാണെങ്കിൽ അത് രുദ്രരൂപത്തിൽ ഇരിക്കുന്നവർക്ക് എന്താണ് തർപ്പണം ചെയ്യുന്നത്. അതിന്റെ മുകളിലുള്ള പിതാമഹനും പ്രപിതാമഹിക്കും തർപ്പണം ചെയ്യുമ്പോൾ ആദിത്യ രൂപം എന്നാണ് തർപ്പണം. ഇങ്ങനെ തർപ്പണം ചെയ്യുന്നുണ്ട്. ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആപസ്തംഭ ഋഷിയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ ഒരു ചിട്ട ഉണ്ട് അവിടെ. ഈ ആചാര്യജി അവിടെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഇതിന്റെ എന്തിനാണ് ഇത് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിലും നമ്മുടെ ആ പരമ്പര ഒരു 3 തലമുറയെങ്കിലും നമ്മൾ ഓർക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ മറ്റ് ഇതിൽ പോയാൽ, ക്രിസ്ത്യാനികൾക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ പരമ്പര മുഴുവൻ അവർക്ക് ഓർമ്മയാണ്. നമ്മൾക്ക് ആർക്കും അച്ഛനെ അല്ലെങ്കിൽ അപ്പൂപ്പനെ അതിനപ്പുറം പുറകിലോട്ടുള്ള തലമുറ നമുക്ക് അറിയില്ല. നമ്മളൊരു ചങ്ങലയുടെ ഒരു കണ്ണിയാണ്, എവിടെയോ എത്തി നിൽക്കുന്ന ഒരു കണ്ണി മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ കൂടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് ആ പൂർവ്വ പരമ്പരയെ നമുക്ക് ഒരു റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലായത്. പിന്നെ വർഷം തോറുമുള്ള ശ്രാദ്ധങ്ങളുണ്ട്. അത് മരിച്ച തിഥിക്കുള്ള ശ്രാദ്ധം,
അത് ഹോമം ചെയ്തിടാറുണ്ട്, ഹോമം ചെയ്യാതെ ഇടാറുണ്ട്. ഹോമം ചെയ്തിടുകയാണെങ്കിൽ അവിടെയാണെങ്കിൽ ഈ അമാവാസിയുള്ള തർപ്പണത്തിലും പറയുന്ന സ്വധ എന്ന് പറഞ്ഞിട്ടാണ് തർപ്പണം. സ്വധ നമസ്തർപ്പയാമി എന്നാണ് പറയുന്നത്. സ്വാഹ അല്ല, ഇത്രയും വിവരം കൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് ആദ്യം ഇടയ്ക്ക് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിനകത്ത് ഈ വസുരുദ്ര ആദിത്യ ഭേദാദികൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാരണം നമ്മൾ അത്തരത്തിലുള്ളൊരു വിശദമായ ചർച്ചയിലേക്ക് പോയില്ല. അപ്പോൾ അവിടെ ഈ വസുത്വം എന്ന് പറയുന്നത് പ്രാതഃസവനം, മാധ്യന്തിന സവനം, തൃതീയ സവനം, ഇങ്ങനെ സവനം 3 തരത്തിലാണ്. ഓരോ ദിവസത്തെ ഈ 3 സന്ധ്യകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ സവനങ്ങളിൽ ആദ്യത്തെ ഈ നമുക്കൊരു സാധാരണ നിലയിൽ പറഞ്ഞാൽ 24 വയസ്സ് വരെ ബ്രഹ്മചര്യം അനുശീലിക്കുന്ന ആളുകൾ വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രഹ്മചര്യം അനുശീലിച്ച, അതും ആദ്യത്തെ തട്ടേ ആകുന്നുള്ളൂ, ഒന്നാമത്തെ പടി, അവരെയാണ് വസുക്കളെന്ന് പറയുക. ബ്രഹ്മചര്യം തൊട്ടങ്ങനെ കിടക്കുകയാണത്. എല്ലാ ഭാവങ്ങളിലും ഈ വസുത്വം, രുദ്രത്വം, ആദിത്യത്വം ഉണ്ട്. അപ്പോൾ അവിടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ബ്രഹ്മചര്യം പൂർത്തിയാക്കിയ ആൾ വസുവാകുന്നു. അടുത്ത ഘട്ടം 44 വയസ്സ് വരെ അത് ചെയ്തയാൾ രുദ്രനാകുന്നു. 48 വയസ്സ് വരെ അത് പൂർത്തിയാക്കി എല്ലാ 4 വേദത്തിനും 11 വീതം വർഷം കൊടുത്ത, ഏകാദശ വർഷം കൊടുത്ത് അധ്യയനം ചെയ്തയാൾ ആദിത്യനാകുന്നു. അപ്പോൾ സമ്പൂർണ്ണമായ ബ്രഹ്മചര്യം വൈദിക പദ്ധതി അനുസരിച്ച് 48 വയസ്സ്, ഉപനയനം തൊട്ട് കൂട്ടുമ്പോൾ 48 വയസ്സ് പൂർത്തിയാക്കണം. അങ്ങനെയുള്ള ഒരു ആദിത്യ ബ്രഹ്മചാരിയായിരുന്നു ആദിശങ്കരാചാര്യർ. അദ്ദേഹത്തിന് ഈ 32 വയസ്സെന്നൊക്കെ പറയുന്നത് ഇവർ അതിൻ്റെ ഒരു രഹസ്യം അറിയാതെ പറയുന്നതാണ്. ആദിത്യ ബ്രഹ്മചാരി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും തപസ് ചെയ്തിരിക്കണം, അത്രയും വർഷം ജീവിച്ചിരിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം നോക്കിയാൽ പറയാം, അത് 32 വയസ്സുകൊണ്ടൊന്നും അത് സാധിക്കത്തില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മളുടെ ഋഷികളുടെ ജീവിതചര്യവുമായിട്ട് ബന്ധപ്പെട്ട ബ്രഹ്മചര്യം തൊട്ടുള്ള എല്ലാ വ്യവസ്ഥകളിലും ഈ പറയുന്ന ഒരു 3 തട്ടുണ്ട്. ആ 3 തട്ട് പിതൃക്കളെ സംബന്ധിച്ചുകൊണ്ട് അത് ഈ തലമുറയെ സംബന്ധിച്ച് നമുക്ക് കൽപ്പിക്കാവുന്നതാണ്. കാരണം 3 തലമുറയാണ്. പിതൃ, പിതാമഹ, പ്രപിതാമഹ, അതുപോലെ തന്നെ മാതാ, പിതാമഹി, പ്രപിതാമഹി, ഇങ്ങനെ 3 നമ്മൾ ഈ പിതൃകർമ്മങ്ങളിൽ ഓർക്കുന്നത്. അപ്പോൾ എന്തായാലും ഓർമ്മ നിലനിർത്തുക എന്നത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം അവിടെ നമ്മൾക്ക് കാലബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചങ്ങലയുടെ വലിയൊരു ചങ്ങലയുടെ ഒരു കണ്ണി മാത്രമാണ്. അത് നിരന്തരം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ അനാവശ്യമൊക്കെ കപൂയ ആചരണക്കാരെന്ന് പറയും, മോശപ്പെട്ട പ്രവൃത്തികളിലേക്ക് വഴുതി വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്നാമത് പാപത്തിലേക്കുള്ള ആ കൂപ്പുകുത്തൽ ഒഴിവാക്കുക എന്നതാണ് പിതൃകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുണ്യം നേടുക തുടങ്ങിയുള്ള കാര്യങ്ങൾ വേറെയാണ്. അതിനുവേണ്ടി ദേവയാനത്തിലൂടെ സഞ്ചരിക്കണം. പാപകർമ്മത്തിൽ നിന്ന് നീങ്ങി നിൽക്കുക എന്നതാണ് പിതൃകർമ്മത്തിൻ്റെ. കാരണം പാപത്തെ താണ്ടിയവരല്ല പിതൃക്കൾ. അതാണ് അടിസ്ഥാനം. ഞാൻ ആദ്യം തന്നെ അതിന് ആമുഖമായിട്ട് പറഞ്ഞു, പാപത്തെ താണ്ടിയവരല്ല പിതൃക്കൾ. അവർ സമ്പൂർണ്ണമായിട്ട് പുണ്യം ആർജിച്ചവരല്ല. മിശ്രകർമ്മം ചെയ്തിട്ടുണ്ട്. പ്രകൃതിയിൽ സ്ഥൂല ശരീരത്തോടൊപ്പം ജീവിക്കുമ്പോൾ സമ്പൂർണ്ണമായ ശുദ്ധകർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പല ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാകും, ആപധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അപ്പം പാപബാധ തീരാത്തവരാണ് പിതൃക്കൾ. പക്ഷേ അവരെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? പാപത്തിലേക്ക് കൂട്ടിക്കാതിരിക്കുക. ഈ തർപ്പണത്തിനിടയ്ക്ക് അവസാനമേ പറഞ്ഞു മോറു സാർ, കേൾക്കുന്നു. ഒരു കാര്യമുണ്ട്. ഈ തർപ്പണം ചെയ്യുമ്പോൾ അവസാനം, എല്ലാ തർപ്പണത്തിന്റെ അവസാനം ജ്ഞാത പിതൃൻ സ്വതാ നമസ്തർപ്പയാമിയോട് പറയാറുണ്ട്. അതായത് നമ്മൾ അറിയാത്ത പിതൃക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ തർപ്പണം ചെയ്യാറുണ്ട്. മറ്റൊന്ന്, ഈ ഗയാശ്രാദ്ധത്തിലും മറ്റുമൊക്കെ പോയി തർപ്പണം ചെയ്യുമ്പോൾ വീട്ടിലുള്ള സർവ്വ പട്ടി പൂച്ച ഉൾപ്പെടെ എല്ലാ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് തർപ്പണം ചെയ്യാറ്. ഇങ്ങനെ ആ തർപ്പണം എന്ന് പറയുന്ന ആ ഒരു പിതൃതർപ്പണം എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു രീതിയിലുള്ള ഒരു ഇത് അതിൻ്റെ അകത്തുണ്ട്. അവിടെ ഒരിടത്തും പിതൃക്കളെ പ്രേതം എന്ന് പറയുന്നില്ല. അതിനെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് വെച്ചാൽ ആദ്യത്തെ 12 ദിവസം പ്രേതാവസ്ഥയിൽ നിന്ന് ഭൂതാവസ്ഥയിലായി കഴിഞ്ഞ് ആ സവണ്ടീകരണം കഴിയുമ്പോൾ പിതൃവിന്റെ അവസ്ഥയിലേക്ക് മാറുന്നു എന്നാണ് സങ്കല്പം. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ പിന്നീട് വന്നതാണ് മൂർത്തി സാറേ. അവിടെ ആ പിതൃകൽപ്പം എന്ന് പറഞ്ഞത് പ്രേതകൽപ്പവും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും തുല്യ വ്യവഹാരമാക്കിയതിന്റെ കാര്യം പറഞ്ഞത് ആ സമയത്ത് മൂർത്തി സാർ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ 9 മണിക്കാണ്. അത് രണ്ടും ഏകീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളിപ്പം നമ്മുടെ ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കൽ ഇന്നത്തെ ചർച്ചയുടെ. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഏകീകരണം നമ്മുടെ മുമ്പിലെ വലിയ സമസ്യയാണ്. നിത്യവും പിതൃകർമ്മം ചെയ്യണം എന്ന് പറയുന്നിടത്ത് പ്രേതകർമ്മമല്ല വിധിക്കുന്നത്. അപ്പോൾ പ്രേത ഈ ഭാവം രണ്ടും രണ്ടാണ്. ആ ആൾ മരിച്ചു പോയിരിക്കാം, മരിക്കാതെ ഇരിക്കാം. കാരണം നമുക്ക് അവരുമായിട്ട് ബന്ധമുണ്ടല്ലോ, നേരിട്ട് ബന്ധമുണ്ട്. നേരത്തെ ഈ 3 തലമുറയുടെ കാര്യം പറഞ്ഞല്ലോ. സ്ത്രീകളുമായിട്ട് സ്ത്രീകളെന്ന് വെച്ചാൽ അമ്മയുമായിട്ട്
ഒരു ജന്മത്തിൻ്റെ ബന്ധമുള്ളൂ. ഒരു തലമുറ വഴിയുള്ള അമ്മയിലുള്ള രക്തസഞ്ചാരം എന്ന് പറയുന്നത്. 2 തലമുറയുണ്ട് അച്ഛനിലൂടെ ഉള്ളത്. ഉദകബന്ധം എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ് ആരംഭിക്കുന്നത്. അച്ഛനിലൂടെയും, അതായത് ആൺ പെൺ 2 പിന്നെ നമുക്കെന്താ ലീനിയേഴ്സ് ഉള്ളിടത്ത് 1-2 തലമുറ വരെ അത് പരമാവധി നിലനിൽക്കുകയുള്ളൂ. ഉദകബന്ധം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ സ്ഥാപിക്കുന്ന കർമ്മങ്ങളിലൂടെ സ്ഥാപിക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ സ്ഥാപിക്കുന്ന ബന്ധം 3 തലമുറ തൊട്ട് പുറകോട്ടാണ് പോകുന്നത്. അത് പിന്നെ 9 തലമുറ വരെ നമ്മളെ കെടാതെ നിലനിർത്തും. അതായത് 9 ഉദകബന്ധം വഴി ചിട്ടപ്പെടുത്തിയ ഒരു സംസ്കാര പദ്ധതിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ 9 തലമുറ വരെ വലിയ വീഴ്ചയില്ലാതെ പോകാനാവും. ഇനി വീണാലും നമുക്ക് അതിൽ കരയേറാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ. ഇപ്പം ഉദകാദി ബന്ധം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഇത്തരം കർമ്മങ്ങളിലാണ്, നിത്യകർമ്മങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിത്യതയുമായി നമ്മെ ബന്ധപ്പെടുത്തുവാനുള്ള അനുശീലനങ്ങളാണ് നിത്യകർമ്മങ്ങൾ. അപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ അവിടെ പിതൃ എന്നതിൻ്റെ അർത്ഥം പ്രേതമെന്നല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉത്കർഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മളുടെ ഉത്കർഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിൻ്റെ വ്യത്യാസം അതാണ്. ഈ പിന്നെ പ്രേതകൽപ്പമാകട്ടെ ഗരുഡപുരാണമാകട്ടെ അവരെന്താ പറയുന്നത്? എൻ്റെ പിതൃവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ ഒരു സംഗതിക്ക് അർത്ഥമില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇത് എൻ്റെ ഉത്കർഷത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ചങ്ങലയുമായിട്ട് എൻ്റെ ബന്ധത്തെ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ പിതൃവിനെ ഓർമ്മിക്കുന്നത്. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്, എൻ്റെ പിതാവ് അത് ചെയ്തിട്ടുണ്ട്, പിതാമഹൻ അത് ചെയ്തിട്ടുണ്ട്, അവരവരുടെ സ്വധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വധർമ്മ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിത്യകർമ്മങ്ങൾ. സ്വധർമ്മം അത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ എന്ന് പറയുന്നത്. പിന്നെ സ്വധർമ്മം ചെയ്യണം, പരധർമ്മം ചെയ്യരുതെന്നാണ് പറയുന്നത്. നീ നിൻ്റെ കാര്യം ചെയ്യാദ്യം, പിതാമഹൻ്റെ രക്ഷയും മറ്റു കാര്യങ്ങളും പിന്നെ അവർ നോക്കിക്കോട്ടെ. അത് പരധർമ്മമായി പോകത്തില്ലേ? സ്വധർമ്മം എപ്പോഴേ ചെയ്യാൻ കഴിയുക? അപ്പം പിതൃവിനെ രക്ഷപ്പെടുത്തുക എന്ന കർമ്മം എൻ്റേതല്ല, അത് പിതൃ ചെയ്യേണ്ടതാണ്. അദ്ദേഹത്തിന് ജീവിതത്തിന് കൃത്യമായ അവധി കിട്ടിയിരുന്നല്ലോ. ആ ജീവിതാവധിയിൽ അദ്ദേഹത്തിന് അത് ചെയ്തെടുക്കാമായിരുന്നല്ലോ. അത് എൻ്റെ ബാധ്യതയായിട്ട് വരുന്നില്ല. പിന്നെ എന്താണ് ബാധ്യതയായിട്ട് വരുന്നത്? സംസ്കാരത്തെ സംബന്ധിച്ച് അത് മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി, ആ ചങ്ങലയുടെ ഈടുറപ്പിന് വേണ്ടി, കൾച്ചറൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമ്മൾ അവരുടെ ഓർമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ സങ്കല്പം കൊണ്ട്, ആ സങ്കല്പത്തിൻ്റെ പൂർത്തീകരണം. ഒരു എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറയട്ടെ. നമ്മൾക്ക് ഒരു സ്ഥൂല ശരീരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് എല്ലാം പഠിക്കുക, അതായത് അറിവ്, ജീവിതം ഇതെല്ലാം ഉണ്ടാകുന്നത്. ആ സ്ഥൂല ശരീരത്തിന് കാരണമായ അമ്മ, അച്ഛൻ, അതിനു മുൻപുള്ള തലമുറ, അവർക്ക് കാരണമായ അതിനു മുൻപുള്ള തലമുറ, ഇവരെ എല്ലാവരെയും അങ്ങ് പറഞ്ഞ് വളരെ ശരിയാണ്. വളരെ ആദരവോടുകൂടി, കാരണം ഈ ഒരു സ്ഥൂല ശരീരം കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ശരീരമദ്യം ഖലു ധർമ്മസാധനം, ഈ ധർമ്മം അനുഷ്ഠിക്കാൻ പോലും കഴിയില്ല. ആ അർത്ഥത്തില് പിതൃക്കളെ, ആ ഒരു ശൃംഖലയെ അങ്ങേയറ്റം ആദരപൂർവ്വം എല്ലാ ദിവസവും സ്മരിക്കുക എന്നുള്ളത് അനിവാര്യത ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കും. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് ജീവിച്ചിരിക്കുന്ന പിതൃക്കളെ സംബന്ധിച്ച് അവർക്ക് ആവശ്യങ്ങളുണ്ട്, അവർ സ്ഥൂല ശരീരത്തിലാണ്. അത് നമ്മൾ ശ്രദ്ധയോടുകൂടി പരിചരിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊന്ന്, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ, ഋഷീശ്വരന്മാരെ, അവരെ സ്മരിക്കുക എന്ന് പറഞ്ഞാല് അവര് പറഞ്ഞു തന്നിരിക്കുന്ന പന്ഥാവിൽ കൂടി ചരിക്കുക, അല്ലെങ്കിൽ ആ അറിവ് നമ്മൾ സ്വാംശീകരിച്ച് അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക, അത് പറഞ്ഞു കൊടുക്കുന്നതടക്കം, അത് പാഠനങ്ങൾ അടക്കം. അവിടെ ഒരു ആചാര്യനെ ഞാൻ എൻ്റെ മനസ്സിൽ കാലങ്ങളായിട്ട് തോന്നാറുള്ള ഒരു സംശയമാണ്. അതായത് എൻ്റെ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഞാൻ ഹെഡ് മാസ്റ്ററുടെ ഫോട്ടോ വെച്ച് എല്ലാ ദിവസവും മാല ഇട്ടിട്ട് കാര്യമില്ല. എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റാതെ കൃത്യമായി അനുസരണയോടും ഡിസിപ്ലിനോടും കൂടി പഠിക്കുന്ന ഒരു കുട്ടിയോടായിരിക്കില്ലേ ഒരു അധ്യാപകന് വാത്സല്യവും ഇഷ്ടവും അനുഗ്രഹവും ഉണ്ടായിരിക്കുക. അല്ലാണ്ട് ഈ പറയുന്ന പൂജാകർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ശരി, അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത് അനുസ്മരണം എന്ന് പറയുന്നത് പഠിപ്പിച്ചു തന്നത് അനുസന്ധാനം ചെയ്യുന്നതും പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതുമാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണോ ഈ ധാരണ? അത് തന്നെയാണ്. കാരണം ആജ്ഞാപാലനമാണ് നമ്മളുടെ എല്ലാം ലക്ഷ്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലക്ഷ്യമെന്നാണ് ഞാൻ ഇന്നോട് വീണ്ടും എടുത്ത് പറയുന്നത്. ലക്ഷ്യം ആജ്ഞാപാലനമാണ്. എന്താണെന്ന് വെച്ചാൽ അത് മീമാംസയുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. എപ്പോഴെങ്കിലും നമുക്ക് മീമാംസാ പഠനത്തിലേക്ക് എത്തുമ്പോൾ അത് ചർച്ച ചെയ്യാം. അവിടെ ഇപ്പം നമ്മൾ മുതിർന്നവരും ഇളമുറക്കാരും തമ്മിലുള്ള വ്യവഹാരങ്ങളിൽ എപ്പോഴും നമ്മൾ നിർദ്ദേശങ്ങളല്ലേ നൽകാറുള്ളത്. മോനെ നീ അത് ചെയ്യരുത്, അത് കൊണ്ടുപോവാ, ഇങ്ങനെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിർദ്ദേശങ്ങളുടെ രൂപത്തിൽ കൊടുക്കുന്നു. അതായത് ഇമ്പരേറ്റീവാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ഗ്രാമറിനെ സംബന്ധിച്ച് ഇമ്പരേറ്റീവ്, ആജ്ഞാസൂചകങ്ങളായിട്ടുള്ള
വ്യവഹാരങ്ങളാണ് എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അത്. അതെ. അത് ചെയ്യരുത്, ഇത് ചെയ്യണം, അതെടുത്തുണ്ടോ ഇതെടുത്തുണ്ടോ, ഇങ്ങനെ നിരന്തരമായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ ഇളമുറക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട് എങ്കിൽ. അതായത് മുതിർന്നവർ ഇളമുറ എന്നുള്ള ഭേദം, ഇപ്പോഴത്തെ ഈ ജെൻസിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് എങ്കിൽ അവർ എപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ നിർദ്ദേശങ്ങൾ വാങ്ങുക, ഏറ്റുവാങ്ങുക എന്നതാണ് അവരുടെ കർത്തവ്യം. അത് കർത്തവ്യമാണ്. അപ്പോൾ കർത്തവ്യം എന്ന് വെച്ചാൽ എന്താണ്? ആദേശമില്ലാതെ അവിടെ കർത്തവ്യം ഉണ്ടാവുക. അപ്പോൾ ഇമ്പരേറ്റീവ് മോഡിലാണ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വ്യവഹാരങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മളുടെ ഇളമുറക്കാർക്ക് കൊടുക്കുന്നത് പോലെ നമ്മളുടെ മുകളിലുള്ള ആളിലാണല്ലോ ഈ പിതൃക്കളും ദേവന്മാരും ഋഷികളും. അവരെന്താ നൽകുക? അവർ നമ്മളോട് ചെയ്യുന്ന, എനിക്കെത്ര എൻ്റെ തലമുടി എത്ര നരയ്ക്കട്ടെ, എത്ര ജീർണത ബാധിക്കട്ടെ, അവരുടെ നിർദ്ദേശത്തിൻ്റെ പന്ഥാവിൽ നിന്നും ഞാൻ മുക്തനാവുന്നില്ല. കാരണം എന്താണ്? ഞാനത് പൂർത്തീകരിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ആദേശം, പിന്നെ മുത്തച്ഛൻ്റെ ആദേശം എന്നൊക്കെ പറഞ്ഞ് എന്താണ്? ജീവിതം തുടരുക, അനന്തര തലമുറകളെ വളർത്തിക്കൊണ്ടുവരിക. പിതൃക്കൾക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ പുത്രകർമ്മമാണെന്ന് പറയില്ലേ? പിതൃക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുത്രകർമ്മമാണെന്ന് പറയും, അതായത് സന്താന നിർമ്മാണമാണെന്ന് പറയും. കാരണം എന്താണ്? എങ്കിലേ അവരുടെ ഇച്ഛ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ. അപ്പോൾ ഈ ഇച്ഛാപൂർത്തീകരണം എന്ന് പറയുന്ന ആ സംഗതിയിൽ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാകുന്നത് വരെ നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ. ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർ, മുതിർന്നവർ, ആചാര്യന്മാർ, ഗുരുക്കന്മാർ അവരുടെ പരിലാളന പുരസ്സരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, നമ്മളുടെ സ്നേഹവും അനുകമ്പയുമാണ് അവരുടെ നിർദ്ദേശങ്ങൾക്ക് പിന്നിലുള്ളത്. ആ ആജ്ഞകളെ അനുവർത്തിച്ചാൽ മാത്രമേ ഈശ്വരൻ്റെ ആജ്ഞയെ തിരിച്ചറിയുന്ന ഒരു പരിഭാഗം നമുക്ക് എത്തുകയുള്ളൂ. കാരണം ഈശ്വരനും ആദേശങ്ങൾ വേദത്തിലൂടെ നൽകിയിരിക്കുന്നത് പിന്നെ വിധിലിംഗിലൂടെയാണ്. അവിടെ പാണിനി പറയും, വിധി നിമന്ത്രണാമന്ത്രണാധീഷ്ട സംപ്രശ്ന പ്രാർത്ഥനേഷു ലിംഗ് ലോട്ട്ച്ച. അപ്പം വേദത്തിലെ ആദേശങ്ങളെല്ലാം, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സ്വാധ്യായോ അധ്യേതവ്യ, സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം കണ്ടെത്തിയിട്ട് അതിനെ നിരന്തരമായിട്ട് അധ്യയനം ചെയ്യണം. അപ്പോൾ അധ്യയനത്തിൽ നിന്ന് മാറരുത്. സ്വാധ്യായാത് ന പ്രമദിതവ്യം, ഒരിക്കലും അധ്യയനം ചെയ്യാതിരിക്കരുത്. അധ്യയനം ചെയ്തു കഴിഞ്ഞാൽ പ്രവചനത്തിൽ നിന്ന്, അത് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ഒരിക്കലും വഴിമാറരുത്. അപ്പം സ്വാധ്യായ പ്രവചനാഭ്യാമ പ്രമദിതവ്യം, സ്വാധ്യായം പ്രവചനം, പഠിക്കുക, പഠിപ്പിക്കുക, ഈ കർമ്മത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറരുത്. ഈ നിർദ്ദേശങ്ങൾ നിത്യവും പാലിക്കേണ്ടതല്ലേ? ഇത് പാലിക്കാതെ എങ്ങനെയാണ് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക? അതാണ് പൂജ എന്ന് പറയുന്നത്. അപ്പം ജഡപൂജ വേറെ, ചേതന പൂജ വേറെ. അപ്പം നമ്മൾ അവിടെ ഈ കർമ്മങ്ങളൊക്കെ പ്രതീകമായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പം അഗ്നിഹോത്രത്തിന് പകരം സന്ധ്യാവന്തനത്തിന് അനുബന്ധമായിട്ട് അഗ്നിഹോത്രം 2 നേരം ചെയ്യണം. അത് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊരു വിളക്ക് കത്തിച്ച് വെക്കുന്നു. അത്രത്തോളം അതിനെ അംഗീകരിക്കാം. ഏത്? നേരത്തെ മുന്നമ്മാഷ് പറഞ്ഞ ഈ പൂജാതി കർമ്മങ്ങളെ നമുക്ക് അത്രത്തോളം വേണമെങ്കിൽ അനുവദിക്കാം. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ വൈദികമായ ആഴമെന്ന് പറഞ്ഞാൽ ആജ്ഞാപാലനം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത തലമുറയെ ആജ്ഞാപിച്ച് അനുവർത്തികളാക്കുവാനാവുകയുള്ളൂ. നമുക്കിന്ന് നമ്മളുടെ തലമുറ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പിതൃക്കളെ ശ്രദ്ധിച്ചിട്ടില്ല, പിതൃക്കളുടെ ആജ്ഞകളെ പാലിക്കുന്നില്ല, ദേവന്മാരെ പാലിക്കുന്നില്ല, നമ്മൾ ഋഷികളെ പാലിക്കുന്നില്ല. ഈ 3 ഗണങ്ങളെയും, ഈ ഋണം ആരുമായിട്ടാണോ നമുക്കുള്ളത് അത് പൂർത്തീകരിക്കാതെ ഈശ്വരീയമായ ലോകത്തിലേക്ക് ഒരിക്കലും പ്രവേശം ഉണ്ടാവുകയില്ല. കാരണം എന്നാലേ ഈശ്വരൻ്റെ ആജ്ഞ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞു തന്നിട്ടുള്ള നമുക്ക് പിതൃക്കളെ അറിയില്ല, ദേവന്മാരെ അറിയില്ല, ഋഷികളെ അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയുക? ഈശ്വരനും ആദേശിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആജ്ഞയുടെ പാലനമാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഇത്രയും കരുതലോടുകൂടി നമ്മെ ഉപദേശിച്ചു നിർത്തുന്ന ഈശ്വരൻ്റെ ഉപദേശമാണ് വേദം. വേദത്തിലെ ആദേശങ്ങളാണ്. വേദത്തിൻ്റെ മുഴുവൻ സംഗതി ഇന്നത് ചെയ്യണം, വിധി നിഷേധം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, സുഖം വേണമോ ഇന്നത് ചെയ്യണം, ദുഃഖം ഒഴിവാക്കണോ ഇന്നത് ചെയ്യണം, ഇത് തന്നെ. അപ്പം ആദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ പാലനമാണ് പിന്നെ മനുഷ്യജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ ആചരണ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇളമുറക്കാർക്ക് കൊടുക്കുമ്പോൾ അവരത് ഏറ്റെടുക്കണമെങ്കിൽ ഇതേ ആജ്ഞ അനുവർത്തന ചക്രം, അതാണ് സത്യത്തിൽ ഈ പിതൃയാനം ദേവയാനം എന്ന് പറയുന്നത്. നമ്മളതാണല്ലോ നമ്മളുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ദേവയാനം പിതൃയാനം എന്ന് പറയുന്ന 2 പദ്ധതി ആജ്ഞാനുവർത്തനമാണ്. ആജ്ഞാനുവർത്തനം തന്നെയാണ്. അതിന് ഉതകുന്നതാണെങ്കിൽ ഈ പൂജകളൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളുക, പൂജകളും ബാഹ്യകർമ്മങ്ങളും ഒക്കെ. ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഈ ആജ്ഞാനുവർത്തനം എന്നുള്ളത് വിടുകയും പരമ്പരയുടെ ഉപദേശം എന്തെന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ചെയ്യാതെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ ബാഹ്യ ആചാരം മാത്രം നിലനിർത്തി പോവുക. അത് ശുഭോദർക്കമല്ല. അതുകൊണ്ട് വേണ്ട ഫലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരുപാട് സമയമായിരിക്കും തോന്നുന്നല്ലേ? ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു.
ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞില്ലേ, അതായത് ആക്സിഡന്റ് ആൻഡ് ഇൻസിഡന്റ്, അത് പിന്നീട് അത് നമുക്ക് അടുത്തതിലേക്ക് അതെ ഇതിനനുബന്ധമായിട്ട് ചെയ്യാവുന്നതായിരുന്നു, അടുത്തതിലേക്ക് ചർച്ച ചെയ്യാം. ശരി, അപ്പോൾ ശിവരാത്രി ആവുന്നു. ഇടയ്ക്ക് തടസ്സം എന്ന് വെച്ചാൽ വലിയ ബഹളമായിരുന്നു, ഇവിടെ വലിയ ബഹളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റാറുണ്ട്. മനസ്സിലായി തീർച്ചയായിട്ടും. നമസ്തേ.